നമ്മൾ ചിന്തിച്ചു. വിശുദ്ധ വേദപുസ്തകത്തെ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു. ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്ന ബൈബിൾ ലോകമെങ്ങനെ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്നത്. പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. സാക്ഷാൽ ദൈവത്തിൻ്റെ അരുളപ്പാട്. ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വെല്ലുവിളിച്ച് ചോദിക്കാറുണ്ട്, വെളുപ്പാങ്കാലത്ത് ദൈവം എഴുന്നേറ്റ് പേനയും പേപ്പറും എടുത്ത് കുത്തിപ്പിടിച്ച് എഴുതി വൈകുന്നേരം ആയപ്പോൾ താഴോട്ടിട്ട് തന്നതാണോടോ ഈ ദൈവവചനം എന്നൊക്കെ കളിയാക്കി ചിലർ ചോദിക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ ഭാഷ്യം, ദൈവം രാവിലെ എഴുതി വൈകുന്നേരത്ത് താഴോട്ടിട്ട് തന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ബൈബിൾ. മറിച്ച് കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ്റെ കരങ്ങളാൽ എഴുതപ്പെട്ട പുസ്തകം വിശുദ്ധ ബൈബിൾ. എഴുതിയത് മനുഷ്യരാണ്. 40-ലധികം എഴുത്തുകാർ ഇതിൻ്റെ പിന്നിലുണ്ട്. ആമേൻ. മനുഷ്യൻ എഴുതിയതാണെങ്കിൽ പിന്നെ ഇതിനെന്തിനാ ദൈവവചനം ഒന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ, അവനവൻ്റെ ഉറക്കത്തിൽ ഒരു ഉറക്കപ്പിച്ചുണ്ടായി എഴുതി വെച്ചതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ട്, ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ട് മനുഷ്യൻ്റെ കരങ്ങളാൽ എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ വെളിപ്പെടുത്തി കൊടുത്തത് ദൈവമായതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ എന്ത് വിളിക്കുന്നത്? ദൈവവചനം എന്ന് വിളിക്കുന്നത്. ഈ ദൈവവചനം ശരിയല്ലെന്നും ഇതിനകത്ത് തിരുത്തലുകളുണ്ടെന്നും ഒത്തിരി തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നും ഒക്കെ ശത്രുപക്ഷം ആക്ഷേപിച്ച് പലപ്പോഴും ദൈവജനത്തെ കളിയാക്കാറുണ്ട്. വചനത്തിൻ്റെ ദൈവീകത അല്ലെങ്കിൽ ബൈബിളിൻ്റെ ദൈവീകത എന്നുള്ള വിഷയമല്ല എൻ്റെ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ടും, ഇത് മലപ്പുറം മലബാർ മേഖല അല്ലാത്തത് കൊണ്ടും, അമേരിക്ക ആയതുകൊണ്ടും ആ വിഷയത്തിലോട്ട് ഞാൻ കയറുന്നില്ല. കാരണം ദൈവവചനത്തെക്കുറിച്ച് സംശയമുള്ളവരാരും ഇവിടെ ഇല്ല. പിന്നെ ഈ സംശയം എന്ന് പറയുമ്പോൾ ചില ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളിട്ട്, അതാ പിശാച് എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെന്തിക്കോസിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഈ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യം ഇട്ടുകൊണ്ട് ആ പഴയ പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നാലെ വിശദീകരിക്കാം, പേര് അഡ്രസ് ഉൾപ്പെടെ പിന്നാലെ പറയാം. അപ്പോൾ ആ നിലയിൽ ഈ ആശയക്കുഴപ്പങ്ങൾ ഇട്ടുകൊണ്ടാണ് പലരും ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ ചിലർ പറയുന്നത് 4 സുവിശേഷം എഴുതിയില്ലയോ, 4 മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷത്തിലും ഒരാൾ എഴുതിയപ്പോൾ അങ്ങനെ എഴുതി, ഒരാൾ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയെന്നാണ് പറയുന്നത്. ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 എടുത്തു പറഞ്ഞാൽ, ഒന്ന്, യേശു അത്തിവൃക്ഷത്തെ ശപിച്ചു, തൽക്ഷണം ഉണങ്ങിപ്പോയെന്ന് മത്തായി, പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണങ്ങിയെന്ന് മർക്കോസ്. ഇപ്പോൾ കുഴഞ്ഞു. അപ്പം ഇത് ആര് പറഞ്ഞാ ശരി? തൽക്ഷണം ഉണങ്ങിയോ പിറ്റേന്ന് ഉണങ്ങിയോ? ഇത് ചോദിക്കുമ്പം നമ്മൾ പലപ്പോഴും ഉണങ്ങിയത് പോലും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണങ്ങിയോന്നാ ഉണങ്ങിയാ അങ്ങനെ ഉണങ്ങിയ. അപ്പോൾ ഏതായാലും സംഗതി വായിച്ചപ്പോൾ സംഗതി ശരിയാ. അപ്പോൾ ഇതിൽ ഏതാ ശരി? മത്തായിക്കാണോ തെറ്റിയത്, മർക്കോസിനാണോ തെറ്റിയത്? വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, 2 പേർക്കും തെറ്റിയിട്ടില്ല. പിന്നെ എന്താ 2 ശരിയാ? അതെങ്ങനെ 2 ശരിയാകും? ആ ഭാഗം ചിന്തിച്ചപ്പോൾ കണ്ടത്, അവർ വഴി പോകുമ്പോൾ നിറയെ ഇലകളുള്ള അത്തിവൃക്ഷം കണ്ടു. അവൻ അതിൽ ഫലം തിരഞ്ഞു ചെന്നു. അത് അത്തിയുടെ കാലം അല്ലായിരുന്നു താനും. വാക്ക് ശ്രദ്ധിക്കണം, അത് അത്തിയുടെ കാലം അല്ലായിരുന്നു താനും. അതിൽ ഫലം കണ്ടതുമില്ല. അതുകൊണ്ട് അവൻ അതിനെ ശപിച്ചു. നിന്ന നിപ്പിൽ അത് ഉണങ്ങിപ്പോയി. ഇത് മത്തായി എഴുതി. ശരിയാ, സംഗതി ശരിയാ. അപ്പോൾ അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ആദ്യം പറഞ്ഞ വിഷയത്തിലോട്ട് വരാം. ഈ ചക്കയുടെ സീസൺ അല്ലാത്ത കാലത്ത് പ്ലാവിൽ ചെന്ന് നോക്കിയപ്പോൾ എന്തില്ല? ചക്കയില്ല. ഉടനെ അതിനെ വെട്ടിക്കളയുന്നത് ശരിയാണോ? മിണ്ടുന്നില്ല. അല്ല. പക്ഷേ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത്, അവൻ അത്തിയിൽ ഫലം തിരഞ്ഞു ചെന്നു, പക്ഷേ കണ്ടില്ല. അത് അത്തിയുടെ കാലം അല്ല. അപ്പോൾ ഇവിടെ കുഴപ്പം ആരുടെ? യേശുവിൻ്റെ ആന്നാ. അപ്പോൾ സംഗതി അവിടെ പഠിച്ചപ്പോൾ മനസ്സിലായ വിഷയം, അത്തിയുടെ സ്വഭാവത്തെ പഠിച്ചാൽ ഈ അത്തിയുടെ കാലമല്ലാത്ത, നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ സീസൺ അല്ലാത്ത സമയത്ത് ഇത് ഇല മുഴുവൻ പൊഴിച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ട് അത്തിക്ക്. ഇല മുഴുവൻ പൊഴിച്ചൊരു ഉണക്ക കമ്പ് പോലൊരു മരം പോലെ നിൽക്കും. എന്താ സീസൺ ആകുമ്പോൾ ഇവൻ കയറി അങ്ങ് തളർത്ത് വിടർന്ന് നല്ല ഇലകളൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ശ്രദ്ധേയം, നിറയെ ഇലകളുള്ള ഒരു അത്തിവൃക്ഷം കണ്ടു. അപ്പോൾ ഇലകൾ നിറയെ ഉണ്ട്. പക്ഷേ ചെന്നപ്പോൾ സംഗതി ഒന്നും അങ്ങനെ. ഇവിടെയും പലരും മനസ്സിലായില്ല. എന്നാ സെറ്റപ്പാന്നറിയോ? കണ്ട ഒരു ഗുണവും ഇല്ല. സ്വതന്ത്രം പോയി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇതൊക്കെ ആർക്കാ കൊള്ളുന്നതെന്ന്. സ്തോത്രം. നിങ്ങൾ ഞാൻ പറഞ്ഞു മദ്യപാനിയെ കുറിച്ച് പറയുമ്പം വേദനിക്കുന്ന ആർക്കാ? എന്നാലും അയാൾ അങ്ങനെ പറയണ്ട, കാര്യം എന്തുവാന്ന് ചോദിക്കുന്ന ആരാ? പാസ്റ്റർമാർ ചോദിക്കുമോ? മുടുന്നില്ല. ആരാ ചോദിക്കുന്നത്? മദ്യപാനി ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രസംഗത്തിൽ ആരൊക്കെ കൊണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, പുള്ളി പ്രസംഗിച്ചാൽ കൊള്ളാം, പക്ഷേ പുള്ളി അത് പറയണ്ട. അപ്പോൾ ഓർത്തോണം ഇവൻ ആൾ കുഴപ്പക്കാരനാ, അല്ല വേറെ ആർക്കും കൊള്ളത്തില്ലെന്ന്. സ്തോത്രം. അപ്പൊ സംഗതി ഇതാണ്, നിറയെ ഇലകൾ കണ്ട ഭയങ്കര സെറ്റപ്പ് ആള്, പക്ഷേ ഫലം വല്ലതും ഒന്നുമില്ല. അവൻ അതിനെ ശപിച്ചു, നിന്ന നിപ്പിൽ ഉണങ്ങി. ഇത് മത്തായി ശരിയാ. പക്ഷെ മർക്കോസ് എഴുതിയത് ആ ഭാഗമല്ല.
പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ ആ വഴി തിരികെ വരുമ്പോൾ ആ വൃക്ഷം, ഏത് വൃക്ഷം? തലേന്ന് അങ്ങോട്ട് പോയപ്പോൾ ശപിച്ച് നിന്ന നിപ്പിൽ ഉണങ്ങിപ്പോയ ആ വൃക്ഷം. പിറ്റേന്ന് പ്രഭാതത്തിൽ അവർ ആ വഴി തിരികെ വരുമ്പോൾ ആ വൃക്ഷം വേരോടെ ഉണങ്ങിയത് കണ്ടു. അപ്പോൾ ആത്മാവില്ലാതെ വായിച്ചവൻ വേര് കണ്ടില്ല. ഇതാ സംഭവം. ഇത് എഴുതിയത് ആത്മാവില്ല. ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്താലല്ലേ ഇതുവല്ലോ മനസ്സിലാവൂ. മനോരമ പത്രം വായിക്കുന്ന പോലെ ബൈബിൾ വായിക്കുന്നവന് വല്ലതും മനസ്സിലാവൂ. അപ്പോൾ അതുകൊണ്ട് ആ വേര് കണ്ടില്ല. അപ്പോൾ ഇത് രണ്ടും 2 ദിവസത്തെ കാര്യമാണ്. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മളെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന എല്ലാ ചോദ്യത്തിനും പുസ്തകത്തിൽ മറുപടി ഉണ്ട്. അത് പറഞ്ഞു തരാൻ കർത്താവ് റെഡിയാണ്. കർത്താവിന് പറഞ്ഞു, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക്. കർത്താവ് 100 വട്ടം റെഡിയാന്ന്. പക്ഷേ കർത്താവിൻ്റെ ആലോചന കേൾക്കാൻ പുസ്തകമായിട്ട് ഇരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. നമുക്ക് പിന്നെ കേൾക്കണമെന്ന് തോന്നുമ്പം ഒരു ഡയൽ അങ്ങോട്ട് കുത്തി തോണ്ടി ആളെ വിളിക്കും. കറണ്ട് പോയതോ കർത്താവ് വന്നോ? അനങ്ങുന്നില്ല. പോട്ടെ, വിഷയത്തിലോട്ട് നമുക്ക് വരാം. അപ്പം അതുകൊണ്ട് സംഗതി ഇങ്ങനെയാണ്. വേദപുസ്തകത്തിൽ വളരെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട്. ബൈബിളിൻ്റെ ദൈവികത എന്ന വിഷയം അല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് വിടുക. അപ്പോൾ പൂർണ്ണതയുള്ള ഗ്രന്ഥമാകുന്ന വിശുദ്ധ ബൈബിളിൽ പിന്നെ ചിലർ പറയുന്ന ഒരിടത്ത് മത്തായി ഇങ്ങനെ എഴുതിയപ്പം മർക്കോസ് അങ്ങനെ എഴുതി എന്ന് പറഞ്ഞാൽ ഒരേ സംഭവം തന്നെ 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതിന് സാധാരണഗതി നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നൊരു മറുപടി ഉണ്ട്. പിന്നെ ന്യൂയോർക്ക് ജംഗ്ഷനിൽ കാറും ബസ്സും കൂട്ടിയിടിച്ചു. 4 പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു പത്രം എഴുതി ന്യൂയോർക്ക് കാർ അപകടം 2 മരണം. മറ്റേ പത്രം എഴുതി ബസ്സും കാറും കൂട്ടിയിടിച്ചു 2 മരണം. വേറൊരു പത്രം എഴുതി കാറും ബസ്സും കൂട്ടിയിടിച്ചു 2 മരണം. 4 പേരും 4 ടൈറ്റിലാണ് എഴുതിയേക്കുന്നത്. പക്ഷെ 4 എഴുതിയ സംഭവം ഒന്നാ. ഇത് എവിടെങ്കിലും കാറും ആയാൽ തെറ്റി. അങ്ങനെ ഒരു തെറ്റ് പുസ്തകത്തിൽ ഇല്ല. അപ്പോൾ ഈ എഴുത്തിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ കാരണം ഈ എഴുത്തുകാരൻ്റെ ഭാഷയും അവൻ്റെ സംസ്കാരവും അവൻ്റെ ശൈലിയും ഒക്കെ അനുസരിച്ച് എഴുത്തിൽ മാറ്റം വരാം. പക്ഷേ ആശയത്തിന് മാറ്റം വരുന്നില്ല. എന്താ മനസ്സിലായി? ഒരു ഉദാഹരണം നാട്ടുഭാഷ പറയാം. 4 സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇത് മത്തായിച്ചൻ തിരുവനന്തപുരത്തിരിക്കുക, മർക്കോസ് എറണാകുളത്തിരിക്കുക, ലൂക്കോസ് ഉദാഹരണമാണേ, ഉപദേശവാക്യമൊന്നും ആരും പറയരുത്. ലൂക്കോസ് തൃശ്ശൂരും പിന്നെ യോഹന്നാൻ മലബാറിലും. 4 പേര് 4 സ്ഥലത്തിരിക്കുക. പരിശുദ്ധാത്മാവ് ഇടപെടുക. ഉദാഹരണമാണ്. ഇടപെടുക, എഴുതുക. ഏതാ പിന്നെ ഒരു സംഭവം എടുക്കുക. ഏത്? യോഹന്നാൻ്റെ സുവിശേഷം എടുത്തോ, 2-ാം അധ്യായം എടുത്തോ, കാനാവിലെ കല്യാണ നാൾ എഴുതിക്കോ. 4 എണ്ണത്തിലില്ല, 1 എണ്ണത്തിലേ ഉള്ളൂ. ഉദാഹരണത്തിന് എടുക്കുക. അപ്പോൾ അതിൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം കുറിക്കാൻ പറഞ്ഞു. 4 പേരും റെഡിയാ കുറിക്കാൻ. ആത്മാവ് അങ്ങോട്ട് ഇടപെടാൻ തുടങ്ങി. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അവർക്ക് വീഞ്ഞ് പോരാതെ വരികയാൽ അവൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ന് എൻ്റെ നാഴിക ഇത് പറഞ്ഞു വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനല്ലയോ? അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് ഈ സംഭവം അങ്ങോട്ട് എഴുതി. കോട്ടയംകാരൻ മർക്കോസ് നല്ല അച്ചടി ഭാഷയിൽ അങ്ങോട്ട് എഴുതി. കൊല്ലത്തുകാരനും എഴുതി. ഇങ്ങനെ എഴുതി. ഇതേ സംഭവം അക്ഷരനഗരി അല്ലയോ കോട്ടയം, നല്ല എഴുതി. മലബാറുകാരൻ അവൻ്റെ ശൈലിയിൽ എഴുതി. തിരുവനന്തപുരത്തുകാരൻ അങ്ങനെ എഴുതി. 3-ാം നാൾ ഗലീലയിലെ കാനാവിലെ കല്യാണങ്ങളും ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വീഞ്ഞുകളും മറ്റും പോരാതെ വരിക, വെള്ളങ്ങൾ കോരി നിറയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് സംഭവത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ വാക്കുകളിലും അക്ഷരങ്ങളിലും ശൈലിയിലും ഭാഷയിലും ഒക്കെ വ്യത്യാസം വരാം. ഇങ്ങനെ വേണം ദൈവവചനത്തിൻ്റെ ആധികാരികത നമ്മൾ പഠിക്കുവാൻ. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളുമൊക്കെ ആയിട്ട് ചിലർ വരും. നാട്ടിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇവിടെ അങ്ങനെ ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. ചിലരൊക്കെ ഇപ്പോൾ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക, പാസ്റ്റർമാരുടെ മക്കൾ ഉൾപ്പെടെ. വല്ലതും അറിയുന്നുണ്ടോ? യൂട്യൂബിലൊക്കെ കയറി നോക്കി. നമുക്ക് ഇതുപോലെ പിള്ളേർ ഇസ്കിയാവ് പറഞ്ഞ പോലെ എൻ്റെ കാലത്ത് വരത്തില്ലല്ലോ. യുവത്തുങ്ങൾ പോയി തൊലയോ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്കെന്ത്, നമ്മുടെ കാലത്തല്ലോ. യുവത്തുങ്ങൾ എവിടെയെങ്കിലും പോയി കയറട്ടെന്ന്. അവരുടെ ഒന്നും കാര്യം ചിന്തിക്കാൻ ഇവിടെ ആർക്കും സമയമില്ലെന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മക്കളെ കാര്യം ചിന്തിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടിട്ട് മാസങ്ങളായി. അതാ ഇവിടുത്തെ അവസ്ഥ. പോട്ടെ, അപ്പോൾ ജീവിക്കണ്ടേ, അതിനിപ്പോൾ കുറ്റം പറയാമോ? കുറ്റമൊന്നും അല്ല, പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അതിന് കുറ്റമൊന്നും അല്ലല്ലോ. അപ്പോൾ സംഗതി ഇങ്ങനെയാ. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് വേണം ദൈവവചനത്തിൻ്റെ ആധികാരിക നമ്മൾ പഠിക്കാൻ. അപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഉൽപ്പത്തിയിൽ ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. ചരാചരങ്ങൾ ഇടജാതി മൃഗജാതി കന്നുകാലി നാൽക്കാലി പറവജാതി അനന്തരം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്ന നല്ലതല്ലെന്ന് സ്വർഗത്തിലെ തമ്പുരാൻ കണ്ടു. തക്ക തുണ ഉണ്ടായി കൊടുത്തു. ഏതൻ പർദീസയിൽ അവരെ ആക്കി വെച്ചു. അവർ ദൈവത്തെ പരിശുദ്ധൻ എന്ന നിലയിൽ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ സഭയാകുന്ന സഭയ്ക്ക് നിഴലാകുന്ന ആ തോട്ടത്തിനകത്ത് കാട്ടുജന്തുവായ പാമ്പ് നുഴഞ്ഞു കയറി. അല്ലേ?
നുഴഞ്ഞു കയറി അമ്മച്ചിയോട് കൊച്ചു വർത്താനം പറഞ്ഞു അല്ലേ? എന്തായാലും ചുരുക്കി പറഞ്ഞാൽ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയെ വാസ്തവമായി ഇത് കഴിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇന്നലെ ഞാൻ എൻ്റെ വിശദീകരണം പറഞ്ഞ, ഇനി അതിലേക്ക് പോയാൽ നമ്മുടെ സമയം പോകത്തില്ലയോ? അതുകൊണ്ട് ഇന്നലെ അത് പിന്നെ ചാനലിൽ കിടപ്പുണ്ട്, കയറി കണ്ടാൽ മതി. തൂലികക്കാർ ഇന്നലെ തന്നെ ഇട്ടു. അപ്പോൾ സംഗതി കണ്ടു, ഒത്തിരി പേര് കണ്ടിട്ട് വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ സംഗതി ഈ നുഴഞ്ഞു കയറി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യം അങ്ങോട്ട് ഇട്ടുകൊടുത്തു അമ്മച്ചിയോട്. കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം വന്നപ്പം അമ്മച്ചിക്കും പിന്നെ ഒരു സംശയം ഉണ്ടോ. ചിലർക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിലുണ്ടോയെന്നും സംശയമാണ്. അപ്പോൾ ഏതായാലും സംശയം കയറി ആത്മാവ് അങ്ങ് കൂടി അമ്മച്ചി പറഞ്ഞു, പിന്നെ തുടരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒട്ട് പറഞ്ഞതും ഇല്ല. ചിലർക്ക് അന്ന് തുടങ്ങിയതായി ഈ പരിപാടി. പറഞ്ഞു വരുമ്പോൾ ഒരു വരി കൂട്ടി പറയും. ഇപ്പം ഏതായാലും പറഞ്ഞതുമില്ല. ഇത്രയും വലിയ ഡയലോഗൊക്കെ പറഞ്ഞെങ്കിലും സംഗതി എന്ത് ചെയ്തു? കഴിച്ചു. മനുഷ്യൻ പാപത്തിലായി. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ആപ്പിൾ നിന്നാണോ ഇത്ര വലിയ പാപം എന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടി ഇന്നലെ ഞാൻ പറഞ്ഞു. അത് ഇനി പറയുന്നില്ല. അവിടെ ആപ്പിൾ ഓറഞ്ച് നിന്നല്ല, പാപം, കൽപ്പനാ ലംഘനം, നിയമലംഘനം നടത്തി പാപത്തിലായി. പാപത്തിൽ വീണുപോയ മാനവജാതിയെ രക്ഷിപ്പാൻ ദൈവം മുന്നോട്ട് വെച്ച ഒന്നാമത്തെ രക്ഷാപദ്ധതി നോഹയുടെ പെട്ടകം. അവിടെ കേവലം 8 പേർ രക്ഷപ്രാപിച്ച് പുറത്തിറങ്ങി ജനം ഭൂമിയിൽ പെറ്റുവരികയും പിന്നെയും സൃഷ്ടാവിനെ മറന്ന് ജനം സൃഷ്ടിയെ ദൈവമാക്കി വെച്ചു. ദൈവമാക്കി വെച്ചപ്പോൾ തമ്പുരാൻ ആ ജനത്തിന് എന്ത് കൊടുത്തു? പ്രമാണം കൊടുത്തു. പക്ഷേ ജനം എന്ത് ചെയ്തു? പ്രമാണം കക്ഷത്തി വെച്ചുകൊണ്ട് പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങി. ഞാൻ സാധാരണ പറയാറുണ്ട്, നാട്ടിലെ ചില ക്രിസ്ത്യാനികളെ പോലെ, നാട്ടിലെ ചില ക്രിസ്ത്യാനികളും അങ്ങനെ, അവർക്കും പ്രമാണമുണ്ട്. പക്ഷേ ഇത് ഷോക്കേഴ്സ് ഇരിക്കത്തേ ഉള്ളൂ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇരിക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം വാങ്ങിയ ഇതിൻ്റെ കൂടെ ഒരു യൂസേഴ്സ് മാനുവൽ കിട്ടും അല്ലേ? കാറ്റലോഗ്, ഉപയോഗിക്കേണ്ടുന്ന വിധം. ഏത് വാങ്ങിയാലും വാച്ച് വാങ്ങാം, മൊബൈൽ വാങ്ങാം, എന്തോ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ 10 രൂപയുടെ എലിവേഷൻ മേടിച്ച് അതിനകത്തും ചുരുട്ടി വെച്ചേക്കുക, ഉപയോഗിക്കേണ്ടുന്ന വിധമെന്ന്. കാര്യം അല്ലാതെ കാണാൻ ഭാര്യ തിന്നു കഴിഞ്ഞാൽ പോയി. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുക. ഈ ഉണ്ടാക്കിയ കമ്പനിക്കാർ വെച്ചിരിക്കുന്ന നിബന്ധനയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ, എന്ത് ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ എപ്പോഴും പറയാമല്ലോ, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കും, പുറത്ത് അതിന് വ്യവസ്ഥയും വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്താലാ അകത്ത് വരുമ്പോഴും പുറത്ത് പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ അവിടെ നിയമം വെച്ചിരിക്കുക. ഇന്ന രീതി ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും. മറിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയിട്ടുണ്ട്, അതൊന്നും ആരും പ്രസംഗിക്കാറില്ലെന്ന്. നീ ഇന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ നീ ശപിക്കപ്പെടും, നിന്റെ കുടുംബം ഇങ്ങനെയാകും, നിന്റെ തലമുറ ഇങ്ങനെയാകും എന്ന് അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി എഴുതപ്പെട്ട പ്രമാണം കൊടുത്തു. പക്ഷേ പ്രമാണം കക്ഷത്തി വെച്ചുകൊണ്ട് ജനം പാപം ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. മറിയാമ്മയ്ക്കും കിട്ടി ഒരു യൂസേഴ്സ് മാനുവൽ, കാറ്റലോഗ്. മറിയാമ്മ എന്ത് ചെയ്തു? ഫ്രിഡ്ജ് കൊണ്ടുവന്ന് ഈ കാറ്റലോഗ് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു കമ്പിളി തുണി എടുത്ത് അതിൻ്റെ പുറത്തോട്ടൊക്കെ ഇട്ടു അല്ലേ? ഇപ്പോൾ കാറ്റലോഗ് എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിൻ്റെ മുകളിൽ, കമ്പിളി തുണിയുടെ അടിയിൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിച്ചങ്ങ് നിറഞ്ഞു. പുതിയ ഫ്രിഡ്ജ് അല്ലയോ? ഉടനെ ഇത് കണ്ട മറിയാമ്മ നല്ല മുനയുള്ളൊരു കമ്പിപ്പാര എടുത്തുകൊണ്ട് കുത്തി ഇളക്കാനായിട്ട് ഓടി വന്നു. കൊച്ചുമോൻ അവിടെ നിന്നുകൊണ്ട് അവനെ അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം അറിയാം. നമ്മളപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അസാധ്യ കുഞ്ഞുങ്ങളാണ്. അയ്യോ, ഓർമ്മ വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു. ആണെന്നേ, അതിശയോക്തിയൊന്നും അല്ലെന്ന്. ഈ ഇടയ്ക്കൊരു അമ്മയെ കുഴച്ചു കളഞ്ഞില്ലേ കൊച്ചു പറഞ്ഞു, ഞാനങ്ങനെ ഉണ്ടായത്. അമ്മ ആകെ ബേജാറായിട്ട് വിളിച്ചു, അയ്യോ പപ്പായ വിളിച്ചിട്ടോ, മനുഷ്യ ഓടിവാ ഇവിടെ എന്നെ ഇട്ട് പെടാപ്പാട് പെടുത്തുകയെന്ന്. കൊച്ചു കുഞ്ഞാ. എന്തായാലും ലീവ് എടുത്ത് അച്ചായന് ഓടി വീട്ടിൽ വന്ന്, എന്താ കുഞ്ഞെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ എങ്ങനെ ഉണ്ടായി. കൊച്ചു നിൽക്കുക. അണ്ണാ പപ്പ പറഞ്ഞു, പപ്പായും മമ്മിയും കൂടെ മാർക്കറ്റിൽ പോയി മലക്കറി കടയിൽ നിന്ന് പഴം മേടിച്ചിട്ട് മമ്മിക്ക് പഴം കഴിക്കാൻ കൊടുത്തു. മമ്മി പഴം കഴിച്ച് വയറ്റിൽ പഴം ചെന്ന് കഴിഞ്ഞപ്പോഴെന്നൊക്കെ പറയും. കൊച്ചു പറഞ്ഞു, പഴം തിന്ന കാര്യമൊന്നും അല്ല ചോദിച്ചാൽ, ഞാൻ എങ്ങനെ ഉണ്ടായി, സിസേറിയൻ ആയിരുന്നോ നോർമൽ ആയിരുന്നോ എന്ന്. പഴം തിന്നൊന്നും അല്ല, സിസേറിയൻ ആയിരുന്നു. കൊച്ചിന് അതറിഞ്ഞാൽ മതി, ബാക്കി കൊച്ചിനോടാരും. വല്ലാത്തൊരു കാലമാണ്, കേൾക്കണേ. ഇതുപോലെയായി കുഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു, മറിയാമ്മയോട് പറഞ്ഞു, അയ്യോ കുത്തല്ലേ അമ്മാമേ, കുത്തല്ലേ എന്ന് പറഞ്ഞു. മറിയാമ്മ ചോദിച്ചു, എന്നാടാ കുത്തിയ? അയ്യോ ദേ ആ കാറ്റലോഗിനകത്ത്, ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇരിക്കുന്ന കാറ്റലോഗിനകത്ത് കമ്പനിക്കാർ എഴുതി വെച്ചിരിക്കുക. എന്താ? ആ മുനയുള്ള കമ്പി കൊണ്ടെങ്ങാണ് ഇതിനകത്ത് കുത്തിയാൽ ഫ്രീസറിനകത്ത് ഗ്യാസ് നിറച്ച ചെറിയ കുഴല് പോകുന്നുണ്ട്, അതിനകത്ത് ഹോള് വീണാൽ ഗ്യാസ് ലീക്കാവും, പിന്നെ ഇതുകൊണ്ട് ഒരു പ്രയോജനം വർക്ക് ചെയ്യത്തില്ലെന്ന് ഉണ്ടാക്കിയ കമ്പനിക്കാർ എഴുതി വെച്ച പുസ്തകം എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിൻ്റെ മുകളിലെവിടെ? അറിയാൻ പറയാം. പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതും. ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വലിയപ്പച്ചന്മാരുടെ കാലം തൊട്ട് തുടങ്ങിയ കുത്തായി കുത്ത്. അതുകൊണ്ട് ഇങ്ങനെ കുത്തു. ചിലരങ്ങനെ കുത്തു. എന്ത് ചെയ്യാനാ?
ഇതുപോലെ നാട്ടിലും ചില ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിലും പ്രമാണം ഇരിപ്പുണ്ട്. ഇവിടെ ഷോക്കേഴ്സിനകത്ത് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരവടച്ചതിൻ്റെ രസീതും തുണ്ട് പേപ്പറും തൊഴിലുറപ്പിൻ്റെ ചീട്ടും ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം അവിടെ വെച്ചേച്ച് റോഡിൽ കൂടെ ഓലമടലും പിടിച്ചുകൊണ്ട് നടക്കും. അപ്പോഴാ നമ്മൾ എന്നിട്ട് പറയുന്നത്, യോ അമ്മാമേ ഇങ്ങനൊന്നും ചെയ്തു, ഇതൊന്നും വേദപുസ്തകത്തിന് പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതും. ഞങ്ങളിത് ഇന്നും ഇന്നെല്ലാം തുടങ്ങിയ കുത്തല്ല, വല്യപ്പച്ചൻ്റെ വപ്പുപ്പന്മാരുടെ കാലം തൊട്ടാ റോഡിൽ കൂടെ ഈ കുത്ത് ഞങ്ങൾ കുത്താൻ തുടങ്ങിയത്. ഇന്നും ഞങ്ങൾ ഇങ്ങനെ കുത്തട്ടെ. ഇതുപോലെ ആ കഠിനപ്പെട്ട ജനവും പ്രമാണം കൈ വെച്ചുകൊണ്ട് ദൈവത്തോട് മറുതലിച്ചു. അവർ ദൈവത്തോട് മത്സരിച്ചു, യഹോവയോട് മറുതലിച്ചു. മത്സരികളായ ഇസ്രായേല് പ്രമാണം കൈ വെച്ചുകൊണ്ട് ദൈവത്തോട് മറുതലിച്ചപ്പോൾ തമ്പുരാൻ അടുത്ത രക്ഷാപദ്ധതി രംഗത്ത് വെച്ചടം വരെയാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. എന്താണ്? അടുത്ത രക്ഷാപദ്ധതി രംഗത്ത് വെച്ചു. ജനത്തിൻ്റെ മടങ്ങിവരവിന് വേണ്ടി തമ്പുരാൻ ആരെ അയച്ചു? പ്രവാചകന്മാരെ അയച്ചു. അവിടെ നമ്മൾ ഇന്നലെ നിന്നത്. ചിലർ വിചാരിച്ചു അതങ്ങ് കഴിഞ്ഞെന്നാ വിചാരിച്ചു. അതങ്ങനെ ഒന്നും കഴിയത്തില്ല. ആ ഭാഗത്തിൽ തുടങ്ങി ഇനി അങ്ങോട്ട് കയറത്തുള്ളൂ. പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ, ആമേൻ. പ്രവാചകന്മാർ ഇല്ലയോ? ചിലർ ചോദിക്കും, പാസ്റ്ററെ ഷമീർ പാസ്റ്റർ ഈ പ്രവചനത്തിനൊക്കെ എതിരാണോ? ആര് പറഞ്ഞു? പുസ്തകത്തിലെ പ്രവചനം ഇന്നും ഉണ്ട്. പുസ്തകത്തിലെ പ്രവചനം ഇന്നും ഉണ്ട്. പ്രവാചകന്മാർ ഇന്നും ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ആമേൻ ഇവിടുന്ന് മാറി വല്ല വേർപാടുകാരുടെ കൂടെ വല്ലതും കൂടേണ്ടി വരും. ഈ കൃപാവര ശുശ്രൂഷകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. നമ്മടുന്നില്ല. പക്ഷേ പണ്ട് കുഞ്ഞമ്മയും കൊച്ചപ്പനും പഠിപ്പിച്ചൊന്നുമല്ല. പുസ്തകം ആധാരം. മനസ്സിലായോ? പുസ്തകമാണ് ആധാരം. പാരമ്പര്യം വിട്ട് നീ ഇറങ്ങിയപ്പം കുഞ്ഞമ്മയും കൊച്ചപ്പനും ഒക്കെ ചോദിച്ചു, എന്തിനാണ് ഈ പെന്തിക്കോസി തുള്ളാൻ പോയെ? അന്ന് പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടോ? മാമേ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നൊന്നുമല്ല, വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാനാ നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ ചെയ്യുന്നോ? വചനപ്രകാരമാണോ നടക്കുന്ന കാര്യങ്ങളൊക്കെ? അതൊന്ന് പഠിക്കണം. പ്രവാചകന്മാരില്ലേ? ഉണ്ട്. പ്രവാചകന്മാരെ ദൈവം അയച്ചതാ. എന്തിനയച്ചു? യെശയ്യാവ്, യിരെമ്യാവ്, എസ്കേൽ, ദാനിയേൽ, ഹോശേ, യോവേൽ തുടങ്ങി പ്രവാചക സംഖ്യ ഇറങ്ങി നിന്നുകൊണ്ട് അവര് 4 വർഷമായി കാലുകളുടെ മുട്ടുകൾക്ക് വേദന ഇട്ടുകൊണ്ട് അടുക്കള ജോലി പോലും ചെയ്യിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന അന്ധകാര മണ്ഡല ബന്ധനം. ഇതൊന്നും പറഞ്ഞില്ല കുഞ്ഞമ്മേ. പറഞ്ഞോ? ഇന്നലെ ഞാൻ പറഞ്ഞാണല്ലോ, തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകമായിട്ട് കയറി വാ. എന്നിട്ട് അങ്ങനെ പ്രവചിച്ച ഒരു പ്രവാചകനെ കാണിച്ചതാ. ആമേൻ. ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവകൃപയിലേക്ക് വന്ന ഒരു ദൈവ പൈതലിന്റെ ശരീരത്തിൽ രോഗം വരുത്തില്ലെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ തൻ്റെ ഇടമുണ്ടോ? ആമേൻ. നമുക്ക് മുന്നേ വില കൊടുത്ത പിതാക്കന്മാര് മാരക രോഗികളായി മരിച്ച ചരിത്രം പുറകെ കിടപ്പുണ്ട്. എന്താ? വലിയ പാപികളായതുകൊണ്ടാണോ? നിന്റെ കുടുംബത്തിനകത്ത് ക്യാൻസർ വന്നിട്ട് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി അടിയുറച്ചു നിന്ന് മരിച്ച അമ്മച്ചിമാരുണ്ട്. എന്താ? പാപി ആയതുകൊണ്ടോ? ആമേൻ. എന്തേ? രക്ഷിക്കപ്പെട്ടത് ആത്മാവാ, രക്ഷിക്കപ്പെടാത്ത ശരീരവും. രക്ഷിക്കപ്പെട്ട ആത്മാവും രക്ഷിക്കപ്പെടാത്ത ശരീരവുമായി ലോകത്തിൽ ജീവിക്കുന്ന ദൈവവൈതലിന്റെ ശരീരത്തിൽ രോഗം വരാം. എന്നാൽ ജാതിക്കില്ലാത്തൊരു പ്രത്യാശ അവനുണ്ട്. സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ആ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കും. ഇനി അല്ല, എൻ്റെ കർത്താവിന് എന്നെ സൗഖ്യമാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ കാസർഗോഡ് നാളെ ഇറക്കിയാലും ഒരു കഥയുമില്ല, നടക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അതുകൊണ്ട് തിരിച്ചറിയണം. അവരാരും വന്ന് പ്രവാചകന്മാർ ഇറങ്ങി വന്ന് ചക്കും ചുക്കും പറഞ്ഞ് ജനത്തെ കൈയടിപ്പിച്ച് നിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ് നിനക്ക് സന്തോഷം വരുന്ന ദൂത് പറഞ്ഞ് ചിലർ പറയോ ഇതൊന്നും പുള്ളിക്ക് ഇതൊന്നും അറിയാത്തോണ്ട. എൻ്റെ പൊന്നമ്മാമേ, അച്ചാച്ചാ, അറിയാത്തോണ്ടൊന്നും അല്ലെന്നേ. 13 വർഷം ആയില്ലേ കുറഞ്ഞ പക്ഷം ഇതിനകത്ത് കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. ഒരുവിധം പറയാനുള്ള സകല സൂത്രങ്ങളും പഠിച്ചു വെച്ചാ ഇതിനെതിരെ പറയുന്നത്. കാര്യം ഇത് പഠിക്കാതെ എതിരെ പറയാനൊക്കത്തില്ലല്ലോ. ഈ കാണിക്കുന്ന സകലതിൻ്റെ സൂത്രത്തിൻ്റെ അതിൻ്റെ കാര്യകാരണ സഹിതം നമുക്കറിയാം. പ്രത്യേകിച്ച് അമേരിക്ക വന്നിറങ്ങിയിട്ട് കണ്ണും പൂട്ടി നിങ്ങളോട് പറയാം, അമ്മമ്മേ, അച്ചാച്ചാ, ഏത് വീട്ടിലും കണ്ണും പൂട്ടി പറയാം. ഏത്? അഹശ്വേരോശ് രാജാവിൻ്റെ ഹൃദയത്തിനകത്ത് ഉറക്കം കൊടുക്കാതെ തമ്പുരാൻ ഒറ്റ രാത്രി കൊണ്ട് ആ രേഖ മാറ്റി എഴുതിച്ച പോലെ ചില പേപ്പർ അനുകൂലമായിട്ട് വരുന്ന ആട്ട് കാണും. കടക്കി കുത്തിയാൽ പോര്. അതിനൊരു കാരണമുണ്ട്. ഇത് കേരളമല്ല, ഇത് അമേരിക്കയാണ്. ഇവിടെ ഒരു കൊച്ചു വീട് വാങ്ങണോ, ഒരു കൊച്ചു ജോലി വേണോ, ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ, നിയമാനുമതി വേണം. മനസ്സിലായോ?
കറക്കി കുത്തിയാൽ മതി. ആ തടയപ്പെട്ട് കിടക്കുന്ന ഒരു പേപ്പർ ഇത് കേൾക്കേണ്ട താമസം അമ്മച്ചി 100 മനസ്സിലാവുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. കൃപയാൽ കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് ചിലതൊക്കെ ദൈവം അങ്ങ് വിടുവിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അല്ലടോ പ്രവാചകൻ നിനക്ക് സന്തോഷം വരുന്ന, നിനക്ക് ഇക്കിളിപ്പെടുത്തുന്ന കാര്യം പറഞ്ഞ് നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 എൻ്റെ പോക്കറ്റ് വരുത്തുന്നവനല്ല പുസ്തകത്തിലെ പ്രവാചകൻ. മറിച്ച് ഇന്നലെ വാക്യസഹിതം വായിച്ചു കേൾപ്പിച്ചു. നിന്റെ അകൃത്യങ്ങളെ വെളിപ്പെടുത്തി, നിന്റെ ബലഹീനതകളെ വെളിപ്പെടുത്തി, നിന്റെ കുറവുകളെ മുഖത്ത് നോക്കി വെളിപ്പെടുത്തി, നിന്നെ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്ന ബലഹീനതകൾ വെളിപ്പെടുത്തി, നിത്യതയ്ക്ക് തടസ്സമായി നിന്റെ ജീവിതത്തിനകത്ത് മുറുകെ പറ്റി നിൽക്കുന്നത് വെളിപ്പെടുത്തി നിന്നെ നിത്യതയോട് അടുപ്പിക്കുവാൻ ദൈവത്തെ അയക്കപ്പെട്ടവൻ പ്രവാചകൻ. വായിച്ചില്ലേ പാസ്റ്ററെ? അതെങ്ങനെ ഞങ്ങൾ തിരിച്ചറിയും? ഇന്നലെ വായിച്ച വേദഭാഗത്തിലേക്ക് ഓടിവാ. ഇരമ്യാവ് 23:16 എങ്ങനെ തിരിച്ചറിയും? വായിക്ക. ഇരമ്യാവ് 23:16 വേഗത്തിൽ വാ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അയ്യോ, കേൾക്കരുതെന്ന് ആര് പറഞ്ഞാലും അവരെ ക്രൂശിക്കും കേട്ടോ. പക്ഷെ ഇത് പറഞ്ഞത് യഹോവയാ, ക്രൂശിക്കാൻ വകുപ്പില്ല. പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുതെന്ന് പറഞ്ഞവൻ ഓട്ടന്നെ ഫോൺ കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായും. അയ്യോ അമ്മാമേൽ അയാളെ വിളിക്കല്ലേ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, മോറിസ് പാസ്റ്റർ ഇവിടുന്ന് മാറിപ്പോകുന്നതിലെല്ലാം നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, ഈ പുള്ളി മാറിപ്പോയ നാള് നിങ്ങൾ ദിവസത്തിൽ ആയുസി മറക്കത്തില്ല പാസ്റ്റർ. ഇവരാരും എന്താ കാര്യം എന്നറിയോ? പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരെണ്ണത്തെ ഇവിടെ ഇറക്കി വെച്ച് പോയത് അങ്ങനെ മറക്കാൻ ഒക്കുമോ? ഹല്ലേലൂയ. ഇത്രയും വലിയ ചതി ഞങ്ങളോട് ചെയ്തേച്ച് പോകണമായിരുന്നു എന്ന നിലയിലെങ്കിലും ഓർക്കട്ടെ, നല്ല കാര്യമാണ്. പോകുമ്പോൾ ഇത്രയും നാൾ ഞങ്ങളെ സേവിച്ചെല്ലാം ചെയ്തിട്ട് ഇത് വേണമായിരുന്നു എന്നെങ്കിലും ഓർക്കട്ടെ, നല്ല കാര്യമാണ്. ശ്രദ്ധിക്കണേ, അവിടെ പറയുക, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. കാര്യം യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. അതെങ്ങനെ അറിയും പാസ്റ്ററെ? അടുത്ത വാക്യം എങ്ങനെ അറിയും? എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. എന്നെ നിരസിക്കുന്നവരോട്, ദൈവത്തെ നിരസിക്കുന്നവരോട്, ദൈവവചനം അനുസരിക്കാത്തവനോട്, നല്ലപോലെ ആരാധനയ്ക്ക് വരാത്തവനോട്, ഒരു കൈയടിച്ചൊരു സ്വത്രം പറയാത്തവനോട്, ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്തവനോട്, ചടങ്ങിന് വന്നിരുന്ന് കൊട്ടിയേച്ചു പോകുന്നവനോട്, വാതുറന്നൊരു സ്വത്രം പറയാതെ സൈക്കിളിന് കാറ്റടിക്കുന്ന പോലെ സ്വത്രം പറയുന്നവന്റെ ഒക്കെ തലേ കൈവച്ചിട്ട് പറയും, അയ്യോ നിങ്ങൾക്ക് സമാധാനം വരിക അല്ലേ? അയ്യോ, നമ്മളെയൊക്കെ ഈ ആത്മാവിൽ ആരാധന എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു സഹോദരന് ആ സ്വോത്രകാഴ്ച ആണെങ്കിൽ പോലും അത് നമുക്കൊരു ആരാധനയുടെ അനുഭവം തന്നെ അല്ലേ? എനിക്കറിയാം, നന്നായിട്ട് നമ്മളത് അനുഭവിച്ചു അല്ലേ? ആ നല്ല ഒരു അന്തരീക്ഷത്തിൽ ദൈവത്തെ മതിമറന്ന് ആരാധിച്ചു. സ്വോത്രം. പക്ഷെ ഇന്നോ ഈ നാട്ടിലൊരു ഭാഷ പറയും, ഹെഡ് നേഴ്സ് ആയാൽ പിന്നെ കുത്തി വെക്കത്തില്ല. ഹെഡ് നേഴ്സ് ആയാൽ പിന്നെ കുത്തി വെക്കത്തില്ല. പിന്നെ ഈ ജൂനിയേഴ്സ് കുത്തി വെക്കുന്നത് ശരിയാണോ എന്ന് നോക്കി വിടത്തേ ഉള്ളൂ. പലരും ഹെഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ആരാധിക്കുന്നത് ശരിയാണോ നോക്കി വിടത്തേ ഉള്ളൂ. പിന്നെ ഇവർക്കാർക്കും ആരാധനയും വരത്തില്ല, കയ്യടിയൊന്നും വരത്തില്ല. മനസ്സിലായോ? കാര്യം അവരാഗ്രഹിച്ച തുറമുഖത്ത് അവരെത്തി, അവർ പ്രതീക്ഷിച്ച കസേര അവർക്ക് കിട്ടി. ഇനിയിപ്പോൾ അവരെന്തിനാ കൈയടിക്കുന്നു? പിന്നെ സ്വത്രം പൊന്നു കുഞ്ഞേ, പല്ലവിധേനെ അങ്ങോട്ട് പറക്കാൻ നോക്ക്. ഷമീർ പാസ്റ്ററിന്റെ പ്രസംഗത്തിൻ്റെ ഒക്കെ വില അറിയുന്നത് ഇപ്പോഴല്ല. ദൈവമക്കൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അച്ചാച്ചന്മാർ ചിലത് ഇവിടെ കിടക്കുമ്പോൾ പറയോ, അന്നേ അങ്ങനെയുള്ള വാക്ക് കേട്ടാൽ മതിയായിരുന്നു. അന്നറിഞ്ഞോളൂ, ഇന്നറിയണ്ട. അതുകൊണ്ട് തിരിച്ചറിയണം, ദൈവത്തെ നിരസിക്കുന്നവരോട് ഇതൊരു പക്ഷേ പാസ്റ്റർക്കറിയത്തില്ല. ഈ ഇരിക്കുന്ന വ്യക്തി ദൈവത്തെ നിരസിക്കുന്നവനാണോ, ദൈവവചനം അനുസരിക്കാൻ നടക്കുന്നവനാണോ എന്ന് ചിലപ്പോൾ പാസ്റ്റർക്കറിയത്തില്ല, അടുത്തിരിക്കുന്ന കൂട്ടുവിശ്വാസിക്കറിയത്തില്ല. പക്ഷേ സഹോദര സഹോദരി, ദൂത് കേൾക്കുന്ന നിനക്കറിയത്തില്ലയോ നീ ആരാന്ന്? കുറഞ്ഞ പക്ഷം നിനക്കറിയത്തില്ലയോ നിന്റെ ജീവിതത്തിലെ സൂത്രം എന്താന്ന്? എന്നിട്ടും നിന്റെ തലയെ കൈവച്ച് നിന്നെ വാഴിക്കുമെന്ന് പറയുന്നവനെ അപ്പോഴെങ്കിലും നിനക്ക് തിരിച്ചറിഞ്ഞുകൂടെ? ഹല്ലേലൂയ, ആമേൻ.
തലേന്ന് രാത്രി അച്ചായനെ കാലമാടാ നിന്റെ മണ്ട ഇടിവെട്ടുവിടാന്നും പറഞ്ഞ ആ പാവപ്പെട്ടവനെ ചവിട്ടിക്കൂട്ടി മൂലയിലിട്ടച്ച് പിറ്റേന്ന് രാവിലെ ഒന്ന് തമ്പറടിച്ചോ പൊട്ടിക്കുന്ന അമ്മാമ്മയുടെ തലയിലും കൈവച്ചിട്ട് പറയും, മകളെ നിന്റെ കണ്ണുനീര് നിന്റെ പ്രാർത്ഥന എൻ്റെ ആത്മാവ് കണ്ടിരിക്കുന്നു. ആര്? സ്വതന്ത്രം. ഹല്ലേലൂയ. ഒന്നും അല്ല അമ്മാമ്മ, ഇതൊന്നും അല്ലെന്ന് പ്രവചനം. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു. അടുത്ത വാക്ക്, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തില്ല. ദോഷം വരുമെന്ന് പറയുന്നവൻ പ്രവാചകനെ ആരെങ്കിലും വിളിക്കൂ? ഒരു ദോഷവും വരുത്തില്ല. അച്ഛാ ധൈര്യമായിട്ട് അച്ഛാ, ഒന്നും അല്ല അച്ഛാ, രണ്ടല്ലേ ആയുള്ളൂ, മൂന്നാമത്തെ വീട് വരാൻ പോവച്ചാ, പ്രാർത്ഥിര്. പിന്നെ അടുത്തൊരെണ്ണം കൂടെ ഇവിടെ മേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പിന്നെ നല്ലതാ, അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കിടക്കണ്ടേ, വീട് വേണ്ടേ? പോകുന്നവരല്ലേ ഇട്ടേച്ച് പോകുന്ന, അല്ലാത്തവർക്ക് വീട് വേണ്ടേ? രണ്ടെണ്ണം കൂടെ മേടിച്ചിട്ട് വേണം. ഒരു ദോഷം വരത്തില്ലെന്ന് പറയുന്നു. നിങ്ങൾ നോക്കി, ഇനിയും തെളിവുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അഹാബ് രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുവാൻ അഹാബ് രാജാവ്, ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിക്കാൻ പറഞ്ഞു. പുസ്തകത്തിലുള്ള കാര്യമാണ്, വേണേ പരിശോധിക്കണം, വീട്ടിൽ പോയി. രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായത്തിലെ രംഗമാണ്, ഇപ്പൊ സമയമില്ല വായിപ്പിക്കാൻ. പ്രവാചകന്മാർ 400 രംഗത്ത് വന്നു, എല്ലാവരും വന്നു, 400 എണ്ണം വന്നു. തമ്മി എൻ്റെ ഒരു ചിന്ത പറയാം, ഭാവന പറയാം. എന്തരേ വിളിച്ചത്? അങ്ങേർക്ക് എങ്ങാണ്ട് യുദ്ധത്തിന് പോകണമെന്ന് ഇപ്പം ആലോചന ചോദിക്കാൻ വിളിച്ച്. ഇപ്പം എന്ത് പറയുന്നു? ഓ ചേർത്തങ്ങ് അടിച്ചോ, നല്ല കിഴിയാ, രാജാവല്ലേ, നല്ല കിഴിയാന്ന്. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർത്തങ്ങ് അടിക്കാം. പിന്നെ അല്ലാതെ ചേർത്തടിക്കും. ഓക്കെ, 400 എണ്ണം ഒന്നിച്ച് ചേർത്തടിച്ചു. രാജാവേ ധൈര്യമായിട്ട് പൊക്കോ, ജയിച്ചു വരും. അങ്ങനല്ലേ? ചിലരങ്ങനല്ല, ഈ ചൂട് പുഴുക്ക് വായിലിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ചില ഗോഷ്ടിയും കൂടെ ഒക്കെ കാണിക്കണം, എന്നാലേ ചിലർക്ക് ആത്മാവ് കയറിയെന്ന് വരും. അല്ലാത്തവർക്കൊന്നും ആത്മാവില്ലല്ലോ. ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇച്ചിരി കഴിഞ്ഞ് തെളിയിക്കാം. പരിശുദ്ധാത്മാവെന്ന വിഷയത്തിലോട്ട് ഞാൻ വരുന്നുണ്ട്, പുസ്തകത്തിൽ നിന്ന് തെളിയിക്കാം. അപ്പൊ കേട്ടോണം, ആമേ പറയുക, യോ ധൈര്യമായിട്ട് പൊക്കോ, ജയിച്ചു വരും. രാജാവ് സന്തോഷമായി. യഹോശാഫാത്തിന് മാത്രം സന്തോഷമായില്ല. പുള്ളി പറഞ്ഞു, ഇനി ആരെങ്കിലും ഉണ്ടോ യഹോ ഇവിടെ പ്രവാചകനായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുത്തനുണ്ട്. ആരെന്നറിയാവോ? മിഖയാവ്. അവൻ എപ്പോഴും എന്നെ കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പറയുന്നത് കൊണ്ട് എനിക്ക് അവനെ, പലർക്കും എന്നെ ഇഷ്ടമല്ല. ഇങ്ങനെ എവിടെ പ്രസംഗിച്ചാലും എപ്പോ വാ പറഞ്ഞാലും ഇതൊക്കെ തന്നെയാ പറയുന്നത്. അതുകൊണ്ട് പലർക്കും ഇത് ഇഷ്ടമല്ല. നീ ഇഷ്ടപ്പെടണ്ട. നിന്നെ ഇനി ഇഷ്ടപ്പെട്ടിട്ടെന്തോ ചെയ്യാൻ? പിന്നെ ഇഷ്ടപ്പെട്ടാൽ ആ ഗുലുമാല് അയ്യോ ഇവിടെ നിന്ന് പോട്ട് ഉണ്ടായി. 33 വയസ്സ് ഉബ്ബായിട്ട് അപ്പച്ചനെ പോലെ എല്ലാം വെളുത്ത്. ഇടയ്ക്കൊരു പാസ്റ്റർ വന്നിട്ട് ചോദിച്ചു, ഷമീർ പാസ്റ്റേ എന്തുവാ ബദാം വൃക്ഷമൊക്കെ പൂത്തല്ലോ. ഞാൻ പറയണ്ട, ഒന്നച്ചാ ഗോദ്രാജിൻ്റെ കമ്പനിയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. ഗോദ്രാജിൻ്റെ കമ്പനിയായിട്ട് ബന്ധമുള്ളവർക്ക് ആയുസ് ഈ ബദാം പൂക്കത്തില്ല. കൈയൊന്നും പൊക്കണ്ട, ഏറ്റെടുത്താൽ മതി. അപ്പൊ സംഗതി ഇതാണ്. അവൻ നോക്കേ, അപ്പൊ അവൻ എന്നെ കുറിച്ച് എപ്പോഴും ഗുണമല്ല ദോഷം തന്നെ പറയുന്നത് കൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ലെന്നു. ദോഷം പറയുന്ന, കുറവ് പറയുന്ന പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് തൻ്റെ ഇടം ഉണ്ടോ? നിന്റെ കുറവ് വെളിപ്പെടുത്തുമ്പോൾ നെടുമ്പാട് വീണ് കർത്താവേ ഞാനിതാ മടങ്ങി വരുമെന്ന് നിലവിളിച്ച് മടങ്ങി വരാൻ നിനക്ക് മനസ്സുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ നിന്നെ അപകടത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്ന, ഈ ഇക്കിളിപ്പെടുത്തുന്ന, കർണരസമാകുന്ന ഇത്തരത്തിലുള്ള സന്ദേശം കേട്ട് അന്നേരം ഇച്ചിരി സന്തോഷമൊക്കെ തോന്നി കയ്യിലിരിക്കുന്നതൊക്കെ കൊടുത്തു വിട്ടു. കുഞ്ഞേ, നീ പോകുന്നത് നാശത്തിലേക്കാ. നീ തിരിച്ചറിയ. ഞാനിന്ന് എന്നെ വിളിക്കാമെന്ന് അച്ചായനോട് വണ്ടി ഇരുന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. കുറഞ്ഞ പക്ഷം നിങ്ങൾ ചിന്തിക്കണം, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കുറേ മനുഷ്യരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നു നിന്ന് ഇങ്ങനെയെല്ലാം വിളിച്ചു പറയാൻ നിങ്ങളോട് തന്നെ എനിക്ക് മുൻവൈരാഗ്യം വല്ലതും ഉണ്ട്? നിങ്ങൾ ആരെങ്കിലും എന്നെ വല്ലതും ചെയ്തോ? ഒന്നുമില്ല. ഇത് നിങ്ങളുടെ വിരോധം കൊണ്ടല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളിൽ ഒരാൾ പോലും കുറയാതെ നിത്യതയിലെത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതിനുവേണ്ടി എൻ്റെ കർത്താവ് മരിച്ചേ, അതിനുവേണ്ടി എൻ്റെ കർത്താവിൻ്റെ മുതുകുഴവുചാല് പോലെ കീറിയേ, അതിനുവേണ്ടി എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് തുപ്പലേറ്റേ. ഞാൻ നിന്നെ അംബാനിയാക്കാനല്ല എൻ്റെ യേശു മരിച്ചത്, നിന്നെ നിത്യതയിലെത്തിക്കാനാ. ഹല്ലേലൂയ. കേട്ടെ, പ്രവാചകന്മാർ എന്തായാലും യോശാഫാത്ത് പറഞ്ഞു അവനെ കൂടെ ഒന്ന് വിളി. നിവർത്തിയില്ല എന്തായാലും. പിന്നെ എൻ്റെ ചിന്തയെ പറഞ്ഞാൽ അവർ പറയും, 400 എണ്ണം ഇവിടെ ഒന്നുപോലെ അടിച്ചു വെച്ചേക്കുമല്ലയോ, നീ പൊരുത്തം വന്ന് എന്തെങ്കിലും പറഞ്ഞേച്ചങ്ങ് പോട്ടെ. ഇതുപോലെ ചിലർ എന്നെയും വിളിക്കുന്നത്.
21 ദിവസം ഉപവാസമാണ്. 20 ദിവസം തീയും പുകയൊക്കെ ഇറക്കി എല്ലാം അടിച്ചിട്ടേക്കുക. ഇനി ഒരുത്തം വന്ന് എന്തെങ്കിലും പറഞ്ഞ അവന് ഓട്ടെ. ഇതുപോലെ മിഖയാവിനെ വിളിച്ച്, അതിനേക്കാൾ വലിയ രസം അവിടെ കിടക്കുന്ന ഒരു ദൂതുണ്ട്. മിഖയാവിനെ വിളിക്കാൻ പോയ ദൂതൻ, നിങ്ങൾ വായിച്ചു നോക്കണം, പുസ്തകത്തിലുള്ള കാര്യമാണ്. മിഖയാവിനെ വിളിക്കാൻ പോയ ദൂതൻ അവനോട് ചെവി പറയാ, പിന്നെ 400 പേര് ഒരുപോലെ അടിച്ചു വെച്ചേക്കുക, ഇനി നീയായിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് കുളമൊന്നും ഉണ്ടാക്കരുത്, ചേർത്തങ്ങ് അടിച്ചോണമെന്ന. ഇങ്ങനെയും ചില കക്ഷികളുണ്ട്, മനസ്സിലായോ? ഒരിക്കൽ ഒരു സഭയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി. സഭയുടെ വേറൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളെ ഇത്രയും വിഷമിച്ച പോരെ, ഇനി അതുകൂടെ പറയുന്നില്ല. കാര്യം ഇറങ്ങിപ്പോയി. എന്താ കാര്യം എന്നറിയാമോ? മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഉപദേശി എൻ്റെ ചെവി പറയുക, പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥന കൂടെ കഴിഞ്ഞാൽ മെസ്സേജാ. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. പിന്നെ ആ ചുവന്ന സാരി കൊടുത്ത ആ ആൻറ്റിയെ കണ്ടോ? ഞാൻ പറഞ്ഞു ഏത്? അതുകൊണ്ട് ആ നീളമുള്ളേ അണ്ടാ തലേ തൊടിയിട്ടോ അവിടെ ഇരിക്കാൻ. ഞാൻ പറഞ്ഞ കണ്ടു. അമേരിക്കക്കാരാ, മക്കളെല്ലാം അമേരിക്കയിലാ. 10 രൂപ സ്വോത്ര കാഴ്ച കിടത്തില്ല, സഭയ്ക്ക് ഒന്നും തരത്തില്ല. എഴുന്നേൽക്കുമ്പോൾ ഒന്ന് കാച്ചി വെക്കണം. എവൻ്റെ പേരും പാസ്റ്റർ. ഹല്ലേലൂയ. ഇതാർക്കാ കൊണ്ടേന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ പറയും. 4 പുള്ളി അത് പറയണ്ട, ഞങ്ങളൊക്കെ ദൈവവാസന്മാരില്ലേ, ഓർത്തോണ്ട ഇവൻ ആളാ. ആമേൻ. ഞാൻ ഇറങ്ങിപ്പോയി. താൻ എന്തുവാണോ എന്നെ കുറിച്ച് വിചാരിച്ചോന്ന് ചോദിച്ചു. ഇറങ്ങിപ്പോയി. പറഞ്ഞു അഹങ്കാരി. ആയിക്കോട്ടെ, അഹങ്കാരി. എപ്പോൾ എന്താ നോക്കണം, ചെവി ചേർത്തടിക്കുക, ഒന്നിച്ച് നീ കൂടെ അങ്ങ് പറഞ്ഞേക്കണം. അവിടെ അരുളപ്പാട് പ്രാപിച്ച മിഖയാവ് വന്നു നിന്നു. എന്തോ ആലോചന പറയാൻ പറഞ്ഞു. മിഖയാവ് പറഞ്ഞു, രാജാവേ ധൈര്യമായിട്ട് പോക്കോ, തിരിച്ചു വരത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടാ പാസ്റ്ററെ ബൈബിളിൽ? അങ്ങനെയൊക്കെ ഉണ്ടമ്മാമേ, വായിച്ചു നോക്കണം. ഇത് കേട്ട് കെനയനയുടെ മകനായ സിദക്കിയാവ് ഓടി വന്ന് മിഖയാവിന്റെ ചെകിട്ടത്തിട്ട് ഒറ്റ അടിയ. അന്നും ഇന്നും സത്യം പറയുന്നവന് ചെകിട്ടത്തടിയും പിച്ചും പേയും പറയുന്നവന് കിഴിയും കൊടുക്കും. മനസ്സിലായില്ലല്ലോ? ഓക്കെ. സ്വന്തം ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷവും വരില്ലെന്ന് പറയും. അപ്പൊ ഇനി എങ്ങനെ അറിയും ദൈവം അയച്ച പ്രവാചകൻ ആരാന്ന്? വഴിയുണ്ട്. 22-ാം വാക്യം വായിരേ. വായിക്കേ. അവർ എന്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ, ദൈവം പറയാ, എന്നാൽ അവർ എന്റെ ആലോചന സഭയിൽ ഞാൻ പറഞ്ഞ പോലെ നിന്നിരുന്നെങ്കിൽ അവരെങ്ങനെ പ്രവചിക്കുമായിരുന്നു? വായിച്ചേ. എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച്, എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും, അവരുടെ ആകാത്ത വഴിയിൽ നിന്നും, അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. കണ്ടോ? ദൈവം അയച്ച പ്രവാചകനായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു? തമ്പുരാന്റെ വചനം ശക്തമായി വിളിച്ചു പറയുമായി, എന്റെ വചനം എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ സൂത്രപ്പണികളിൽ നിന്നും അവരെ മടക്കി വരുത്തും. അതാ ദൈവം അയച്ച പ്രവാചകൻ. മനസ്സിലായോ? താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ അതിന് 25-ാം വാക്യം 25. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കിടന്നപ്പോ അമ്മാമേ ഞാനൊരു കാഴ്ച കണ്ടു, അത് പറയാൻ വിളിച്ചതാ. തൊലച്ചാ കുടുംബം. വായു പേടിക്കണ്ടാ, വായിച്ചോ, ഉറക്കെ വായിച്ചോ. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും? അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എന്റെ നാമം മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ച് പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എന്റെ ജനം എന്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു. അന്യോന്യം പറഞ്ഞു നടക്കുന്ന സ്വപ്നങ്ങളും പിച്ചും പേയും പറഞ്ഞു ഇപ്പൊ ജനം എന്ത് മറന്നുപോയി? ദൈവവചനം മറന്നുപോയി. ദൈവവചനം ആർക്കും വേണ്ട. പിതാക്കന്മാരുടെ കാലത്ത് ദൈവസഭയിൽ ഉപവാസം ഉണ്ടെങ്കിൽ കമ്മിറ്റി ആദ്യം ചോദിക്കും, നമുക്കൊരു ദൈവവാസനെ വിളിക്കണമല്ലോ. ആദ്യം ചോദിക്കുന്ന ചോദ്യം, വചനം പ്രസംഗിക്കുവോ? ഇന്നത് മാറി, ദൂത് പറയുവോ? ഈ പൊട്ടന് ദൂത് എന്തുവാ, വചനം എന്തുവാ അറിയോ? ഇവിടെ വചനമാണോ ദൂത്? ഹല്ലേലൂയ. വചനമാ ദൂത്. വചനത്തിൽ നിന്നാ സകലതും വരുന്നത്. അടിസ്ഥാനം പുസ്തകമാ. പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ദൂതും ദൂതല്ല. സകലതും വരേണ്ടത് പുസ്തകത്തിൽ നിന്നാ. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ജനം എന്റെ നാമത്തെ മറന്നു കളയുവാൻ അവർ ഇടവരുത്തുക. അടുത്ത വാക്കെന്താ? സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. നിൽക്കട്ടെ. തമ്പുരാൻ പറയാം, സ്വപ്നം കണ്ടവൻ അതും പറഞ്ഞോണ്ട്
നടക്കട്ടെ. പക്ഷെ എൻ്റെ വചനം പ്രസംഗിക്കാൻ അവസരം ലഭിച്ചവൻ എന്ത് ചെയ്യട്ടെ? വിശ്വസ്തയോടെ വചനം പ്രസംഗിക്കട്ടെ. അപ്പൊ ചിലരുടെ ഒരു ചിന്തയുണ്ട്, പാസ്റ്ററെ അപ്പൊ നമ്മൾ രണ്ടും വേണം. ഏത് രണ്ടും വേണം? നമ്മൾ വചനവും പ്രസംഗിക്കണം, അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളൂടൊക്കെ വേണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ അതിന് പറയുന്നത് എക്കൂപ്മിനിക്കലോ, ഈ അവിയൽ, നിങ്ങൾക്ക് അറിയാത്ത പോലെ അവിയലാ ഇപ്പം. ഈ അവിയലിനകത്ത് എല്ലാം ഉണ്ടല്ലോ, മുരിങ്ങക്കായും തക്കാളിയും വെണ്ടയ്ക്ക എല്ലാം കൂടെ ചേർന്ന് ഒരു അവിയൽ ഇപ്പൊ ഈ അവിയലിനാ എല്ലാവർക്കും കൂടി ഇഷ്ടം. നാട്ടിലൊക്കെ അങ്ങോട്ട് നോക്കിയാൽ കാണാം, ജോബി ജോൺ പാടുന്നു, KC ജോൺ പ്രസംഗിക്കുന്നു, MG ശ്രീകുമാർ ആത്മാവിനെ ഇറക്കുന്നു. പാസ്റ്ററല്ല, പേര് സ്തോത്രം. ഇനി ഇവിടെ വന്ന് പുള്ളിയുടെ പേര് പറഞ്ഞു. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? വർഷാവർഷം സ്വന്തമായി അയ്യപ്പ ഭക്തിഗാനം എഴുതി ട്യൂൺ ചെയ്ത് കാസറ്റ് ഇറക്കുന്ന ശ്രീകുമാർ വേദിയെ വന്നു യേശു എന്ന് വിളിച്ച് ഏത് ആത്മാവ് ഇറങ്ങും ഒന്ന് പറഞ്ഞാടോ ഇങ്ങോട്ട്. പുസ്തകത്തിലൊരു പാട്ടുകാരനുണ്ട്, പേര് ദാവീദ്. അവനൊരു തീരുമാനമെടുത്തു. സങ്കീർത്തനം 16:4, അന്യദേവന്റെ നാമം ഞാൻ എൻ്റെ നാവിലെടുക്കത്തില്ല. അവനാണോ ഭക്തൻ? കണ്ടതിനും കേട്ടനും എല്ലാം പാടി നടക്കുന്നവൻ പുൾപ്പിറ്റേ കയറി യേശു എന്ന് വിളിച്ചാലൊന്നും ഒരാത്മാവ് ഇറങ്ങത്തില്ല. കൃപയുള്ള കുഞ്ഞുങ്ങളെ വിളിച്ച് പാടിക്ക്, അവർക്ക് വലിയ സംഗതി ഒന്നും കാണത്തില്ല, വിളിച്ച് പാടിക്ക്. ആമേൻ. കണ്ടതിനും കേട്ടനും എല്ലാം പാടി നടക്കും. ഇപ്പൊ ഓരോരുത്തരത്തൊക്കെ പാടുന്നവരെ കണ്ട പേടിയാകുക, പാടുന്നവരെ കണ്ട നമുക്ക് പേടിയാകുക. പണ്ട് ഒനിഡ ടിവിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു നാട്ടിൽ. ഒനിഡ എന്ന് പറഞ്ഞ ടിവിയുടെ പരസ്യം. അതിനകത്ത് ഒരു മൊട്ടത്തലയും 2 കൊമ്പും ഒക്കെ വെച്ച് 2 പല്ലും ഒക്കെ തെള്ളി അവ ഇങ്ങനെ വരുന്ന രംഗം കുഞ്ഞുനാളി പേടി തോന്നുമായിരുന്നു. ഇതുപോലെ ഇപ്പം ചിലർ പാടാൻ നിൽക്കുന്ന കണ്ട മുട്ടനാടിൻ്റെ താടി പോലെ ഒരു കഷ്ണവും ചുണ്ടത്ത് വെച്ച്, തലയിൽ മുടിയുണ്ടോ ദോശക്കല്ലേ മാവ് പരത്തുന്ന പോലെ തലയ്ക്കകത്ത് ഇച്ചിരി പരത്തിയും വെച്ച് അങ്ങോട്ട് കയറി നിന്നേച്ച് ഒരു പാട്ടായത്, നിന്റെ രൂപവും ഭാവവും യേശുവിൻ്റെ കോലം ഇങ്ങനെ ആയിരുന്നു പാടുന്നത്. ഒന്നും പറയുന്നില്ല. അല്ല, ഇത് രണ്ടും വേണം പാസ്റ്ററെ. വേണ്ട. അടുത്ത വാക്യം വായിച്ചാ, വൈക്കോലും ഗോതമ്പും തമ്മിൽ വെക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്വപ്നം വൈക്കോല്, ഗോതമ്പ് ദൈവവചനം, ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യത്തില്ല? രണ്ടും കൂടെ ഒക്കത്തില്ല അമ്മാമേ. വൈക്കോലും ഗോതമ്പ് തമ്മിൽ ഒക്കുവോ? ഇല്ലില്ല. സ്വപ്നം കണ്ടവൻ അതും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുന്നവനാ ദൈവസഭയ്ക്ക് വേണം. ആമേൻ. നോക്ക്, പ്രവാചക ശബ്ദം നിന്റെ കുറവ് താഴോട്ട് വായിച്ചാൽ മതി. അതിനെക്കുറിച്ച് ഇഷ്ടം പോലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ മതി, സമയമില്ല. പ്രവാചകന്മാരെ രംഗത്തയച്ചു. പ്രവാചക ശബ്ദത്തിന്റെ മുമ്പിൽ ജനം മടങ്ങി വന്നില്ല. നമ്മളെപ്പോലെ പുറങ്കാലി കൊണ്ട് വചനം തട്ടിക്കളഞ്ഞു. മത്സരികളായി കഠിനപ്പെട്ട ജനം എത്ര കേട്ടിട്ടും സത്യവാ ഇതെല്ലാം. എനിക്ക് ആണ്ട് ഫിലദൽഫിയയിൽ 3 ദിവസം പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞ ചിലരൊക്കെ വന്നിട്ട്, പാസ്റ്ററേ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അയ്യോ, കണ്ണ് തുറക്കണം ഇപ്പോഴാണല്ലോ. ഇനി ഒരുത്തനും വന്ന് കളി ഇറക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല പാസ്റ്റർ. കുറേയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ. ശരി, എനിക്ക് വളരെ സന്തോഷമായി. അടുത്ത ആഴ്ച ഒരു ദിവസം എനിക്ക് ഫ്രീ കിട്ടി. ഞാൻ പാർത്തിരുന്ന വീട്ടിലെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ വല്ല കൺവെൻഷൻ വല്ലതും ഉണ്ടോ? ഇന്നടത്തൊരു വചന പ്രസംഗമുണ്ട്, എന്നാൽ നമുക്കത് പോവാം, വെറുതെ ഇവിടെ കുത്തിയിരിക്കണ്ടോ, പോവാം. ശരി എന്ന് പറയും. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴോ ഒരുത്തൻ നിന്ന് വിവരക്കേട് വിളിച്ച് പറയുന്നു. ഈ പറഞ്ഞ ജനം മുമ്പിൽ ചെന്ന് ദൂരെ നിൽക്കുക. നാളെ ഇതൊക്കെ തന്നെ ഗതി. പ്രസംഗിക്കുന്നവൻ പൊട്ടനാ, സാരമില്ലെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടല്ലേ പറയുന്നത്. സ്തോത്രം. ഒരാളെങ്കിലും തിരിച്ചറിയും. യഹോവയുടെ പക്ഷത്തുള്ളൊരു ന്യൂനപക്ഷം ഫ്ലോറിഡയിൽ മാറി നിൽക്കും. യഹോവയുടെ പക്ഷത്തുള്ളൊരു ന്യൂനപക്ഷം പ്രമാണത്തിന് വേണ്ടി പട്ടണത്തിൽ എഴുന്നേൽക്കണം. കുറഞ്ഞത് 10 പേര് ഉപദേശത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കാൻ ഈ പട്ടണത്തിൽ 10 പേര് എഴുന്നേൽക്കാൻ തന്റെ ഇടമുണ്ടോ? വചനവിരുദ്ധമായ ഒരെണ്ണം ഇവിടെ കളിക്കത്തില്ല. ആമേൻ. എന്റെ സഹോദരന്മാരെ, സ്വന്തമായ ഒരു കടപ്പാടമില്ലാതെ നാളെ കുഞ്ഞുങ്ങളെ കൊണ്ട് കെട്ടിപ്പറക്കി നടക്കേണ്ടുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരുത്തന് ഈ ഉപദേശം വിളിച്ചു പറയാമെങ്കിൽ, നിങ്ങൾക്ക് സകല തൻ്റെ ഇടത്തോടെ പറയാമല്ലോ, ഞാൻ അധ്വാനിച്ച് കഴിയുന്നവനാ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾക്ക് കഴിവും അതിനുള്ള പ്രാപ്തിയും ദൈവം തന്നിട്ടില്ലയോ? പിന്നെ എന്തിന് നിങ്ങൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു?
ആമേൻ. മടങ്ങി വരാം. പ്രവാചക ശബ്ദത്തിന് മുമ്പിൽ മടങ്ങി വരാത്ത ജനത്തിന്റെ നടുവിൽ തമ്പുരാൻ സ്വർഗീയ കോടതിയുടെ മാസ്റ്റർ പ്ലാൻ മനുഷ്യന്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി. ഏതാ? യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്കപ്പുറം പ്രവാചക ശബ്ദം വിളിച്ചു പറഞ്ഞു, മടങ്ങി വരാത്ത ജനമേ, മത്സരഗൃഹമേ, കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. എന്താ? കന്യക ഗർഭിണിയോ ഒരു മകനെ പ്രസവിക്കും. ശ്രദ്ധിക്കണേ, പ്രവാചക ശബ്ദമാ. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്കപ്പുറം ആമേ പ്രവാചക ശബ്ദം വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു ആരെ മാമേ മകനെ മകനെ എത്ര വർഷം മുമ്പ്? ബൈബിൾ പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് 700 750 അടക്ക എത്ര ആയിക്കോട്ടെ, 700 ആയിക്കോട്ടെ, 700 എന്ന് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ. എത്ര വർഷം മുമ്പ്? 700 വർഷം മുമ്പ്. ചോദിക്കാം, പ്രസവിച്ചപ്പോൾ മോളായോ? മുടുന്നില്ല. മോളായോ? അതാ പ്രവാചകൻ. 700 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞ മോന. ഇവിടെ ചിലർ ഇറങ്ങിയിട്ടുണ്ട്, 6 മാസമുള്ള പറയും മോനാകട്ടോ, പ്രസവിച്ചപ്പോൾ മോളാ, കയ്യിൽ നിന്ന് പോയി. പിന്നെ ആളിനെ ആ വഴി കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എന്തെല്ലാം സൂത്രമാ. സിവിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാനിരുന്ന പെൺകുഞ്ഞ്, അവൾ ഫ്രണ്ടിൽ വന്നിരിക്കുക. ഫ്രണ്ടിലാണല്ലോ പെൺകുഞ്ഞുങ്ങളിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അപേക്ഷ കൊടുത്ത് എല്ലാം റെഡിയാക്കിയിരുന്ന പെൺകുഞ്ഞിനോട് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഒരു വെള്ള കോട്ടും സിറിഞ്ചും എന്നെ കാണിക്കുന്നു. വെള്ളക്കോട്ടും സിറിഞ്ചും കണ്ടാൽ ആരാ? നേഴ്സ്. പെണ്ണിൻ്റെ തന്തേം തള്ള, ഈ ചില തന്തേം തള്ളയൊക്കെ നല്ല മൊട്ടലിനടിക്കണം. ഈ തന്തേം തള്ളയും പ്രവചനമെന്ന് പറഞ്ഞാൽ അങ്ങ് കവന്ന് വീണ് കിടക്കുക. ഈ തന്തേം തള്ളയും കൂടെ വന്നിട്ട് പറഞ്ഞു, എടീ ദൈവാത്മാവിൻ്റെ ശബ്ദത്തിന് നീ കീഴ്പ്പെടറി. കൊച്ചു പറഞ്ഞു, അമ്മി എനിക്ക് സൂചി കണ്ടാൽ തല ഇറങ്ങും, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നീ മറുതലിക്കുന്നോന്ന് ചോദിച്ച് കൊച്ചിനെ പിടിച്ച് വലിച്ച് പ്രവാചകൻ എടുത്ത് കൊണ്ടുവന്നിട്ട് വെച്ചു, പക്ഷേ ദൂതിൻ്റെ മുമ്പിൽ കുഞ്ഞിനെ അങ്ങ് സമർപ്പിക്കുക. അത് ഇനി മുമ്പോട്ട് എങ്ങനാ എന്താന്നും കൂടെ ഒന്ന് പിന്നെന്താ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ബാംഗ്ലൂർ സ്ഥലം പറഞ്ഞതാ. ബാംഗ്ലൂർ വിട്ടു. 3 വർഷം പഠിച്ച കുഞ്ഞ് 8 നില പൊട്ടി. കേട്ടോണം, കുഞ്ഞെല്ലാത്തിലും തോറ്റു. ഉടനെ പ്രവാചകനെ വിളിച്ചു. പക്ഷേ ദൈവം പറഞ്ഞിട്ടല്ലേ വിട്ടത്. പ്രവാചകൻ പറഞ്ഞു, എങ്ങനാ? കേരള ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പം അവൾ ആത്മീയം പോയില്ലയോ? ഇപ്പോൾ കുഴപ്പം ആരുടെയാ? കുഴപ്പം ആരുടെയാ? കൊച്ചിൻ്റെ. അവൾ അവിടെ ചെന്നപ്പോൾ അവളെ വേഷം മാറി, അവളെ സ്റ്റൈല് മാറി, അവളെ കുഴപ്പം അപ്പോൾ ആരുടെയാ? കൊച്ചിൻ്റെയാ. ഇനി ജയിച്ചാലോ? പക്ഷേ എല്ലാത്തിലും ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ ആ ദൂത് പറഞ്ഞ് ആദ്യത്തെ ശമ്പളം കൊണ്ട് വരണം. അപ്പം എങ്ങനായാലും ഈ തടി രക്ഷപ്പെട്ടു. മുട്ടുന്നില്ലല്ലോ. ഇത്ര പേരുടെ കഞ്ഞുകൂടി ഞാൻ മുട്ടിച്ചോണ്ടിരിക്കുമെന്നറിയാവോ? എന്നെ കൊല്ലുന്നെങ്കിൽ മുസ്ലിങ്ങൾ കൊല്ലത്തില്ല, പെന്തിക്കൂസുകാരെ കൊല്ലും. അതെനിക്ക് നന്നായിട്ടറിയാം. അയ്യോ, അതുകൊണ്ട് നിർത്തിക്കൂടെ? അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. പട്ടാളക്കാരെ യുദ്ധം കഴിഞ്ഞ് നാട്ടിൽ വന്ന് തേങ്ങ വീണ് മരിക്കുന്നു. പിന്നല്ലയോ, തേങ്ങ വീണാലും മരിക്കും. ഈ മരണത്തെ പേടിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെട്ടവന് മരണം ഒരു പ്രത്യാശയാണ്. അറിയോ? ആരാധന തീരുമ്പോൾ എല്ലാവരും പറയുമല്ലോ, ആമേൻ കർത്താവായ യേശുവേ. എന്തിനാ അത് പറയുന്നേ? എന്തിനാ അത് പറയുന്നേ? ഇന്നറിയണമല്ലോ. എന്തിനാ മാമേ പറയുന്നേ? കർത്താവിനോട് കൂടെ പോകാൻ. അതിനു വേണ്ടിയല്ലയോ നമ്മൾ പുസ്തകം എടുത്ത് ഇറങ്ങി. അതുകൊണ്ടല്ലേ ആരാധന തീരുമ്പോൾ ആമേൻ കർത്താവ് വേഗം പറയുന്നത് പറയുന്നേ. അപ്പോൾ ഒരു ക്യാൻസർ വന്നാൽ എന്തുവാ പറയേണ്ടി? അയ്യോ, എൻ്റെ പ്രാർത്ഥന കേട്ടു, പോവാ ഗ്ലോറി അല്ലേ? കാര്യം ഈ ശരീരം ഇവിടെ ഇട്ടേച്ചേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആക്സിഡൻ്റ് ആയാലും അനർത്ഥമായാലും രോഗമായാലും ക്യാൻസർ ആയാലും എന്ത് കുന്തമായാലും ഈ സാധനം ഇവിടെ ഇട്ടേച്ച് പോകാനൊക്കൂ. അതിനിപ്പോൾ ഇതൊരു മുഖാന്തരമായെങ്കിൽ സ്തോത്രം വലിയ പറയേണ്ടത്. പകരം നമ്മൾ പറയുന്നു, കാണുന്നില്ലേ കേൾക്കുന്നില്ലേ എന്നെ വേണ്ടായോ എന്ന് പറഞ്ഞാൽ ഇപ്പം പോകാൻ മനസ്സില്ല. മുട്ടുന്നില്ല. പ്രിയമുള്ളവരെ, ഈ 100 ചോദ്യം ദൈവത്തോട് ചോദിക്കുകയും ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച വന്നൊരു പാട്ടും, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ ആര് മനസാക്ഷിയെ വഞ്ചിച്ച് ജീവിക്കല്ലേ. സ്വത്രം.
മടങ്ങി വാ, ദൈവവചനത്തിലേക്ക് മടങ്ങി വാ, വചനത്തിലേക്ക് മടങ്ങി വാ. പ്രവാചക ശബ്ദം ഊഹാപോഹം പറയുന്നവനല്ല. ഇന്ന് അനേക വേദികളിൽ പ്രവചനാത്മാവിലെന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട്. നിങ്ങൾ അല്പം ഒന്ന് കാതോർത്ത് കേൾക്കണം. എന്താ? ആത്മാവ് ചിലരെ കാണുന്നു, ചില വിടുതല് ദൈവം, ചില വിടുതല്. എടോ, കറക്കി കുത്തുന്ന വകുപ്പല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കറക്കി കുത്തത്തില്ല. ബിക്കോസ് ഹി ഈസ് ലോർഡ്. പരിശുദ്ധാത്മാവ് ദൈവമാ, പരിശുദ്ധാത്മാവ് ദൈവമാ. ദൈവത്തിന്റെ നാവിൽ നിന്ന് രണ്ട് വാക്കേ ഉള്ളൂ, ഉവ്വ് ഉവ്വ്, ഇല്ല ഇല്ല. അതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ദൈവത്തെ ആരും ദുഷ്ടനാക്കല്ലേ. മാമേ, മനസ്സിൽ തോന്നിയ വിച്ചുമ്പയും എല്ലാം വിളിച്ചു പറഞ്ഞ് ആത്മാവിനെ ആരും ദുഷ്ടനാക്കല്ലേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? 700 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞാൽ മോനാ. അല്ലാതെ ഇവിടെ ചിലർ വിളിക്കും ബിനു ബിനു എന്നൊരു പേരെന്നെ കാണിക്കുന്നുണ്ട്. ബിനു ഉണ്ടോ? ബിനു ഉണ്ടോ? മുന്നോട്ട് വാ, ഇന്ന് നിന്റെ വിടുതല ഉണ്ടോ? ബിനു ഇല്ലേ. ഇനി ഒരു വാദത്തിന് വേണ്ടി ഉണ്ടെന്നങ്ങ് ഇരിക്കട്ടെ, ഉണ്ട് ഞങ്ങൾ കണ്ടായിരുന്നു ഇരിക്കട്ടെ, അവിടെയും പ്രശ്നം തീരുന്നില്ല. പുസ്തകമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോഴോ യേശു യെരിഹോവിനടുത്ത് എത്തിയപ്പോൾ നിന്നുകൊണ്ട് ഇവിടെ ഏതോ ഒരു മരത്തിൽ സക്കായി ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും മരത്തിലുണ്ടോ? എടാ ഉണ്ടോന്ന്, നിന്റെ വീട്ടിൽ വരാനാന്ന്. ചേടാ ഇവിടെ ഇന്ന് വിടുതലാ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങനെ വല്ലതും വിളിച്ച എവിടെ ഏത് കാലത്തായി ജീവിക്കും? പേര് വിളി. പെരുമ്പാവൂരി എന്ന് കണ്ണും പൂട്ടി എൽദോസ് എന്ന് വിളിച്ചു, 4 എണ്ണം വരും. എന്ത് വിളിക്കുക പേര്? പിന്നെ ഇപ്പൊ വേറെ ചില ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. മൊബൈൽ നമ്പർ കാണിച്ചെന്ന് 9465 ഒരു നമ്പർ എന്നെ കാണിക്കുന്നു. മൊത്തം നമ്പറാ, ഒരു നമ്പർ എന്നെ കാണിക്കുന്നു. ഉടനെ പെങ്കൊച്ചി ചാടി എന്റെ മൊബൈൽ നമ്പർ വരിക. ഓക്കെ, കാണിക്കത്തില്ലെന്ന് ഭാഷക്ക് വാദിക്കാവോ? വാദമില്ല, കാണിക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. മൊബൈൽ നമ്പർ ദൈവം വെളിപ്പെടുത്തും, അതിലൊന്നും നമുക്ക് തർക്കമൊന്നുമില്ല. ദൈവത്തിന് കാണിക്കാൻ കഴിവുണ്ട്, കാണിച്ച അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ വിഷയം അവിടെ തീരുന്നില്ല. നിന്റെ മൊബൈൽ നമ്പറാ ദൈവം എന്നെ ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ എന്താ? ബാക്കി പറ. നമ്പർ മാറ്റണമെന്നോ? അതോ ആ നമ്പർ ഇനി കൊണ്ടു കിടന്നാൽ വല്ല തീവ്രവാദികൾ വിളിക്കുമെന്നോ? കാര്യം പറ. ദൈവം നമ്പർ വെളിപ്പെടുത്തില്ലോ, ആ കാര്യം പറ. അല്ല ബാക്കി കാര്യമൊന്നുമില്ല. പിന്നെ നമ്പർ, നിന്റെ നമ്പർ എനിക്ക് വെളിപ്പെട്ടില്ലയോ? അപ്പൊ ഞാനാരാ മോൻ? അപ്പൊ ഞാൻ അത്ര ഉള്ളു കാര്യം. ഇത് കണ്ടതിന്റെ ഉദ്ദേശം പറ, കാണിച്ചതിന്റെ ആലോചന പറ. ഈ നമ്പർ കൊണ്ട് നിനക്ക് എന്താ പ്രശ്നമെന്ന് പറ. എന്ത് ഉണ്ടാത്ത്? അമേൻ. ഇതൊക്കെ ഒത്തിരി നടക്കും. ഇന്നലെ റോയി ദാനിയേലും എൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടാ. നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പറഞ്ഞില്ലേ അറിയത്തില്ല. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഈ പുള്ളിയുടെ പ്രൊഫൈലിനകത്ത് കയറി മൊത്തം ഒന്ന് പരിശോധിച്ചാൽ ബർത്ത്ഡേ ഉൾപ്പെടെ കിട്ടും. ഇവിടെ വന്നിരുന്ന് ഞാനങ്ങ് വിളിക്കുക 666 റോയി. മിനിമം 10 എണ്ണം എന്നെ കണ്ട് പ്രാർത്ഥിക്കാതെ പോത്തുമില്ല. കൊല്ലത്തുനിന്ന് വന്ന ഭാഷക്ക് കണ്ടടാ റോയിയുടെ പേര് വെളിപ്പെട്ടു, ഇതാരാമോ, എല്ലാം പ്രാർത്ഥിക്കാൻ വരും. പിന്നെ ഇപ്പോൾ ഒരു കൃപയുണ്ട്, പ്രസംഗം കഴിഞ്ഞാൽ ഒരെണ്ണം പ്രാർത്ഥിക്കാൻ പോലും അടുത്ത് വരത്തില്ല, പേടിയാ. അത്ര ഉപകാരമുണ്ട്. സ്തോത്രം. മടങ്ങി വാ, ദൈവവചനത്തിലേക്ക് മടങ്ങി വാ. ഊഹാഭോഗമല്ല പറയുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇല്ല ഇല്ലേ ആലോചന പറയും. അത് ക്ലിയറാ. അതിനപ്പുറത്ത് കറക്കി കുത്തുന്ന വകുപ്പൊന്നും ഇല്ല. മനസ്സിലാക്കണം. ഞാനിവിടെ 6 മണിക്ക് 6:30 ഇവിടെ വന്നു. ഞാൻ പുറത്തിരുന്നു. എനിക്ക് തണുപ്പിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തിരുന്നത്, വേറെ വിഷയമൊന്നുമില്ല. എന്നാൽ ഞാൻ കയറി അകത്ത് ഇരുന്നിരുന്നെങ്കിൽ അരമണിക്കൂർ കൊണ്ട് 4 പേര് എനിക്ക് കിട്ടും. നിങ്ങൾ തമ്മി പറയുന്ന പേരും വിളിക്കുന്ന പേരും എല്ലാം എനിക്ക് കിട്ടൂടെ? ഇവിടെ കയറി വിളിച്ചൂടെ? ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. കല്ലും നെല്ലും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. സകലത്തിനും കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഷമീർ പാസ്റ്റർ പൊട്ടനാ, എന്നെ മണ്ടനെന്നാ വിളിക്കുന്നത് നാട്ടിൽ ചിലര്. ഒരു പാസ്റ്റർ ഒരിക്കൽ വന്നിട്ട് ഷമീർ പാസ്റ്ററെ സ്നേഹം കൊണ്ട് പറയുക, എന്തോ വെച്ചാ നിങ്ങളൊരു മണ്ടനാ. ഞാൻ പറഞ്ഞു സ്നേഹം കൊണ്ട് മണ്ടനോ? അതെന്തോ വെച്ചാ അങ്ങനെ? നിങ്ങൾക്ക് ചന്ത എറിഞ്ഞ് വ്യാപാരം ചെയ്യാൻ അറിഞ്ഞുകൂടാ? ചന്ത എറിഞ്ഞ് അതെന്തോ?
ഒക്കെ ഉണ്ട്. എന്തു വെച്ചാ നമ്മൾ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ 2 പാട്ട് കഴിയുമ്പോൾ അറിയാം ഈ ജനം ഏത് ടൈപ്പാന്ന്. ഇവർ നല്ല ആരാധിക്കുന്ന ജനമാണെങ്കിൽ ഒരു ഉണർവിൻ്റെ മെസ്സേജ് അങ്ങ് അടിക്കണം, കൂടെ നിൽക്കും അവർ. പിന്നെ ചില ചർച്ചിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഈ കൈ ഒന്നും അടിക്കത്തില്ല, ബ്രെഡ് ജാമ് തേക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും കുറേ എണ്ണം മരക്കുറ്റി പോലെ. അവിടെയൊക്കെ ഉപദേശം എന്തെങ്കിലും പറഞ്ഞേച്ച് അങ്ങ് സ്ഥലം വിടണം. പിന്നെ ഈ ന്യൂ ജനറേഷൻകാർ നമ്മളെ വിളിച്ചാൽ അവിടെ എന്ത് ചെയ്യണം? സാമ്പത്തിക വിടുതൽ, കടഭാരം, അന്ധകാരം, ബന്ധനം, മണ്ഡലം, മുഴ. ഇപ്പം മുഴയ്ക്കാ ട്രെൻഡ്, മുഴ തപ്പി നടക്കുക ചിലർ. അമ്മേ കേൾക്കുന്നുണ്ടോ? പിന്നെ ഈ CSI മർത്തോമ അങ്ങനെയുള്ളവർ വല്ലതും നമ്മളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ സ്നാനം എന്ത് ചെയ്യരുത്? മിണ്ടരുത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം അവർ നമ്മളെ തന്നെ വിളിക്കും. അതുകൊണ്ടല്ലേ മര്യാദയ്ക്ക് പ്രസംഗിച്ച് നടന്ന ഒരു അപ്പച്ചൻ ഇപ്പം നൈറ്റ് ഇട്ട് CSIക്കാരുടെ കൂടെ നടക്കുക. വല്ല കാര്യം കേട്ടോ, മര്യാദയ്ക്ക് പ്രസംഗിച്ച് നടന്നതാ. സ്നാനം മിണ്ടരുത്. അമേരിക്കയിലും ഉണ്ട് ചില ലൈൻ ഏർപ്പാട്. അവിടെ ചെല്ലുമ്പോൾ ഇവർ ആദ്യമേ അങ്ങ് പറയും സ്നാനം മിണ്ടല്ലേ. കാര്യം സമുദായക്കാരായി ലൈൻ വലിക്കുന്നിടത്ത് വരുന്നതേ. അപ്പം ഇവരെ ഇതില്ല, സഞ്ചി വീണോണ്ടിരിക്കുന്നത് പിന്നെ കിട്ടത്തില്ല. ആരും മിണ്ടുന്നില്ല, കറണ്ട് പോയി. ഞാൻ പോയി ചിലയിടത്ത്, അത് അനുഭവമാണ് പറഞ്ഞേ. ചെല്ലുമ്പോഴേ പറയും സ്നാനം മിണ്ടരുത്. എന്നെ ഇനി ഇവർ വിളിക്കണോ? ഞാൻ തീർത്തടിച്ചിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് വിളിക്കുന്നതിന് മുമ്പ് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ചിലർ അഡ്വാൻസ് പറയും, അയ്യോ പുള്ളിയെ വിളിക്കല്ലേ എന്ന് ഫോൺ വഴിയൊക്കെ. ഇങ്ങനെ ഇവിടെ ഒന്നും വിഷയമൊന്നുമല്ല. ഞാൻ ഈ അമേരിക്ക വന്ന് ജൂലൈ 1 PC നാക്കിനുള്ള ബന്ധത്തിൽ ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. തൻ്റെ ഇടത്തോടെ പറയട്ടെ, ഒരൊറ്റ ഫോൺ കോൾ ഇവിടെ വന്നിട്ട്, അച്ഛാ ഞാനാ ഷമീർ കൊല്ലം, ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരൊറ്റ ഫോൺ കോൾ ഒരാളെ വിളിച്ചൊന്ന് പറയിക്കാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നാളെ കയറാം കേരളത്തിലേക്ക്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അടുത്ത ആഴ്ച അങ്ങോട്ട്. നിനക്ക് സൗകര്യമുണ്ടോ നീ വിളിച്ചാൽ മതി. പറയുന്നത് ഇങ്ങനെ പറയൂ, ഒരു മാറ്റവും പ്രതീക്ഷിക്കണ്ട. തമ്പുരാൻ പറയാൻ പറഞ്ഞത് പറയും. ഉറക്ക വിളിക്ക് അടങ്ങിയിരിക്കരുത്. കാഹളനാദം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തോട്, അമ്പലക്കാരോടല്ല, എന്റെ ജനത്തോട് അവരുടെ അകൃത്യങ്ങളെ അറിയിക്ക. ആമേൻ. നോക്ക, ഊഹാപോഹമൊന്നും അല്ല പറഞ്ഞത്. പ്രവാചക ശബ്ദം മുഴങ്ങി കന്യാഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആമേൻ ആമേൻ. 300 വർഷം പിന്നിട്ടപ്പോൾ മീഖ പ്രവാചകൻ അതിനെ ഒന്നുകൂടെ അടിവരയിട്ടങ്ങ് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബത്ലഹേം എന്ന ഗ്രാമത്തിൽ എഫ്രാത്ത് എന്ന് പറഞ്ഞ വില്ലേജിൽ തന്നെ ജനിക്കും. എൻ്റെ ഭാഷയിൽ അവിടെ വില്ലേജ് ഒന്നുമില്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞ സ്ഥലം രണ്ടുമുണ്ട്. എഫ്രാത്ത്, ആമേ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. ആമേ. 100 കണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശു മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആമേൻ. ജീവനുള്ള ദൈവം, സകലത്തെ നിർമ്മിച്ച യഹോവയായ ദൈവം, അവൻ ദൈവരൂപത്തിലിരിക്കെ, ദിവസം പറയുക ദൈവരൂപത്തിലിരിക്കെ. അവിടെയാ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു ചിന്ത. ദൈവരൂപത്തിലിരിക്കെ എന്നെ ചിന്തിപ്പിച്ചു. ദൈവരൂപം എടുക്കാൻ ദൈവത്തിനല്ലാതെ ആർക്കെങ്കിലും പറ്റൂ? ദൈവത്തിന്റെ രൂപം എടുക്കാൻ ആർക്കെങ്കിലും പറ്റൂ? ഇവിടെ പല രൂപവും ദൈവം ആകാൻ ശ്രമിച്ചിട്ടുണ്ട്, പല രൂപവും. ആ രൂപം ഒന്നും ദൈവമല്ല. ദൈവത്തിന്റെ രൂപം ദൈവത്തിനെ എടുക്കാൻ പറ്റും. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, സാക്ഷാൽ ദൈവമായിരിക്കെ, വേഷത്തിൽ മനുഷ്യനായി മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേഷത്തിൽ മനുഷ്യനായി അവൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനാ. അയ്യോ, ആ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്നെ വളരെ അതിശയിപ്പിച്ചൊരു ചിന്ത ഞാൻ പങ്കുവയ്ക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ പല കൺവെൻഷനിലൊക്കെ തീമേ അതാ. ഏത്? യേശു ക്രിസ്തുവിൻ്റെ. കേൾക്കണേ, എന്താ യേശു ക്രിസ്തുവിൻ്റെ ഭാവം? അതിശയിപ്പിച്ചൊരു ചിന്ത പങ്കുവയ്ക്കട്ടെ. മജീഷ്യൻ മുതുകാട് അല്ലെങ്കിൽ അമൃതാനന്ദമയി അല്ലേ, അതുപോലുള്ള ഈ ലോകം അറിയപ്പെടുന്ന ഈ ലോക്കലായിട്ട് ലൊട്ടിലൊടുക്ക വിദ്യകളൊക്കെ കാണിച്ച് നടക്കുന്ന ആള് ഒരു കവലയിൽ ഇറങ്ങി നിന്നാൽ 10 മിനിറ്റ് കൊണ്ട് 50 ചുറ്റും കൂടും. മുതുകാടല്ലയോ? വേണ്ട, നിങ്ങളുടെ പ്രസിഡന്റ് ഇവിടെ വന്ന് ഈ ജംഗ്ഷനിലോട്ടൊന്ന് ഇറങ്ങി നിൽക്കട്ടെ. 10 മിനിറ്റ് കൊണ്ട് എല്ലാം വട്ടം കൂടുന്നുണ്ട്. പ്രസിഡന്റ് വന്ന് എല്ലാവരും വട്ടം കൂടും. നരേന്ദ്രമോദി ഒന്ന് വന്നിറങ്ങട്ടെ, ജനം ചുറ്റും വട്ടം കൂടും. മോഡി ഒന്നുമല്ല, വട്ടം കൂടും.
അല്ലേ? കൊച്ചു 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 ലൊട്ടിലൊടുക്ക് അത്ഭുതവും അടയാളവും മാജിക്കും കാണിച്ച് നടക്കുന്നവൻ റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ 50 പേര് ചുറ്റും കൂടി അറിയും. എന്നാൽ മരിച്ചവനെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു, വിവിധ വീര്യപ്രവൃത്തികൾ ചെയ്ത നസ്രയത്തുകാരനായ യേശു ഈ 12 ആരാന്ന് തിരിച്ചറിയാൻ, 12 ആരാന്ന്, യൂദാ പോയി 11, യേശു ഉൾപ്പെടെ 12 ആരാന്ന് തിരിച്ചറിയാൻ യൂദായുടെ ചുംബനം അടയാളമായി വേണ്ടി വന്നെന്ന്. കേറിയോ അകത്തോട്ട് ആ ദൂത്? ഇത്രയും വലിയ മിറക്കിളൊക്കെ നടത്തിയ ഈ യേശു ഈ 12 ആരാന്ന് അറിയാൻ ഇവർക്ക് എന്ത് വേണ്ടി വന്നു? യൂദായുടെ ചുംബനം അടയാളമായി വേണ്ടി വന്നെന്ന്. എന്താ അതിന്റെ അർത്ഥം? വേഷത്തിലും പാപത്തിലും രൂപത്തിലും എല്ലാം ഈ 12 ഒരുത്തനെ പോലായിരുന്നു യേശു. അവിടെ നേതാവ് കളിക്കാനൊന്നും കർത്താവും ഇല്ല. ആ പാപം നിന്നിലുണ്ടായിരിക്കണം. സാധാരണക്കാരനെ പോലെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നല്ല യൗവനത്തിൽ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു കയറി. നോക്ക്, ഇന്ന് രാത്രി കാൽവരിയിലേക്ക് നോക്ക്. 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ റെയിൽവേ ട്രാക്കിൽ ചാടുന്ന അമ്മാമേ, 6 മാസം സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചെറുക്കൻ മരിക്കുക, 6 മാസം സ്നേഹിച്ച ചെറുക്കന് വേണ്ടി പെണ്ണ് കയറെ തൂങ്ങുമ്പോൾ ഇന്ന് രാത്രി കാൽവരിയിലേക്ക് നോക്ക്. അവിടെ നിനക്ക് കാണാം സ്നേഹത്തിന്റെ ആഴം. 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എന്റെ പ്രിയൻ, ഇറച്ചിക്കടയിലെ കൊളുത്തിൽ ഒരു മാട്ടിനെ തൂക്കിയിട്ടിരിക്കുന്ന പോലെ രക്തത്തുള്ളികൾ ഇറ്റിറ്റിറ്റു വീഴുന്ന ഒരു മാംസപിണ്ഡമായി കാൽവരിയുടെ കൊലക്കളത്തിൽ പ്രാണനാഥ തൂങ്ങുകയോ. ആമേൻ. അവനെ കണ്ടാൽ അറിയത്തില്ലെന്ന്, അവനെ കണ്ടാൽ ആളല്ലാത്തവണ്ണമായി. പ്രിയമുള്ളവരെ, സുവിശേഷ വിരോധികൾ എന്നെ മർദ്ദിച്ചിട്ടുണ്ട്, ഞാൻ മർദ്ദനമേറ്റിട്ടുണ്ട്, ഞാൻ തിരിച്ചടിച്ചിട്ടില്ല. ആമേ, പല രീതിയിൽ കഷ്ടം ഉപദ്രവമൊക്കെ ഏറ്റിട്ടുണ്ട്, ഇന്നും ഏൽക്കുന്നുണ്ട്. പ്രതികരിക്കാൻ പോകുന്നില്ല, തിരിച്ചടിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പില്ലാത്തൊരു ബലഹീനത പറയട്ടെ, എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം, അറിയത്തില്ല, ഉറപ്പില്ല. കൃപയാൽ നടന്നു, ഉറപ്പില്ലാത്തൊരു ബലഹീനത. എന്നെ ഒരുത്തൻ അടിച്ചാൽ ഞാൻ കൊള്ളും. ആമേ, ചിലപ്പോൾ അവൻ കൊന്നാലും ചിലപ്പോൾ ഞാൻ കഴുത്തങ്ങ് വെച്ചു കൊടുത്തെന്നിരിക്കും. പക്ഷേ എനിക്ക് ഉറപ്പില്ലാത്ത ആമേ ഒരു ബലഹീനതയുണ്ട്. ഒരുത്തൻ വന്ന് എൻ്റെ മുഖത്തോട്ട് തൂപ്പിയാൽ ഞാൻ സഹിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇവൻ്റെ വായിലിരിക്കുന്ന അളിഞ്ഞ തുപ്പൽ എൻ്റെ മോന്തക്കോട്ട് വീണാൽ ഞാൻ സഹിക്കുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല. എന്നാൽ ഇന്ന് രാത്രി 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായ കർത്താവിൻ്റെ മുഖത്ത് അവർ തുപ്പിയിട്ടും എൻ്റെ കർത്താവ് മിണ്ടിയില്ലെന്നേ, എൻ്റെ കർത്താവ് മിണ്ടിയില്ലെന്നേ. ആ മുഖത്ത് തുപ്പിയവര് അതാ നോക്കേ, എൻ്റെ കർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് കിടന്നു. ഇവർ ചെയ്യുന്നത് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് അവിടെയും മധ്യസ്ഥനായ ഇടിവിൽ നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി നിലവിളിച്ചു പ്രാണനാഥൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കുഞ്ഞേ, ആ ക്രൂശിലേക്ക് നീ കണ്ണുയർത്തി ഒന്ന് നോക്കിയേച്ച് ആ ക്രൂശിൽ പിടയുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ നീ ഇന്ന് രാത്രി കണ്ടാൽ, പ്രിയ കുഞ്ഞേ, നീ പറയും ഈ കർത്താവിൻ്റെ സ്നേഹത്തെക്കാൾ വലുതല്ല എനിക്കൊരു അച്ചാച്ചൻ്റെ സ്നേഹം. കുഞ്ഞെ, നീ പറയും ഈ യേശുവിൻ്റെ സ്നേഹത്തെക്കാൾ വലുതല്ല എനിക്കൊരു അമ്മാമയുടെ സ്നേഹം. അവിടെ ആ സ്നേഹത്തിന്റെ ആഴം പ്രദർശിപ്പിക്കപ്പെട്ടത് കാൽവരിയുടെ കൊലക്കളത്തിൽ. ഇതോ പ്രാണനാഥൻ ഒരു മഹായാഗമായി മാറി. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പ്രാണനെ വെച്ചു കൊടുത്തു. അരിമത്ഥ്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ കർത്താവിന്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു. ഇന്ന് രാത്രി അഭിമാനത്തോടെ ഈ മീഡിയയിൽ ലോകം കേൾക്കാൻ ഞാൻ വിളിച്ചു പറയട്ടെ, അരിമത്ഥ്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ യേശുവിന്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു. ചരിത്രത്തിൽ ഞാൻ ഒരിടത്തും വായിച്ചിട്ടില്ല. ബാങ്കിന്റെ മുമ്പിൽ തോക്കും പിടിച്ച് പോലീസ് നിൽക്കുന്നത് എനിക്കറിയാം, മറ്റു പല സ്ഥാപനങ്ങളിലും പോലീസ് തോക്കും കൊണ്ട് ബ്ലാക്ക് കാറ്റ് നിൽക്കുന്നത് എനിക്കറിയാം. എന്നാൽ ചരിത്രത്തിൽ ഒരിടത്തും ഒരു ശവശരീരം, ഒരു ഡെഡ് ബോഡി ആരും എടുത്തുകൊണ്ടു പോകാതിരിക്കാൻ കണ്ണിൽ അഗ്നിയും കയ്യിൽ ആയുധവുമായി പട്ടാളക്കാർ കാവൽ നിന്നൊരു ചരിത്രമുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ റോമൻ പട്ടാളക്കാർ കണ്ണിൽ അഗ്നിയും കയ്യിൽ ആയുധവുമായി അവർ കാവൽ നിന്നു. കാര്യം, എന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ മാനവജാതിക്ക് വേണ്ടി പ്രാണനെ കൊടുക്കുകയും 3-ാം നാളിൽ അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. ഈ ലോകം മുഴുവൻ എന്നെ കാണുന്ന പ്രേക്ഷകരോട് അഭിമാനത്തോടെ ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഷമീർ എന്ന് ഞാൻ പറയട്ടെ, 3 ആണി കൊണ്ട് അവസാനിച്ച അരിമത്ഥ്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് 3 ആണി കൊണ്ട് അവസാനിച്ചൊരു പ്രവാചകനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല.
മൂന്നാണി കൊണ്ട് അവസാനിച്ച ഒരു പ്രവാചകനെ പ്രസംഗിക്കാൻ എൻ്റെ ടീമിലെ പാസ്റ്റർ സിയാദ് മുഹമ്മദ് വരത്തില്ല. മൂന്നാണി കൊണ്ട് അവസാനിച്ച പ്രവാചകനെ പ്രസംഗിക്കാൻ പാസ്റ്റർ നസീർ ആലപ്പുഴ വരത്തില്ല. മൂന്നാണി കൊണ്ട് അവസാനിച്ച പ്രവാചകനെ പ്രസംഗിക്കാൻ പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം വരത്തില്ല. മൂന്നാണി കൊണ്ട് അവസാനിച്ച യേശുവിനെ പ്രസംഗിക്കാൻ പാസ്റ്റർ നാസർ മുഹമ്മദ് വരത്തില്ല. പറയാൻ തുടങ്ങിയ 60 പേര് പറയണം, സമയം പോകും. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു ഷമീറെ? മറുപടി, ഞങ്ങൾ പാടുന്നതും ഞങ്ങൾ പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്തുവായാലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയുടെ മുമ്പിൽ അല്ല മാമേ. നോക്ക, ഉലക മകാന്മാർ അഖിലരും ഒരുപോലെ കല്ലറക്കകത്തുറങ്ങുമ്പോൾ പാലസ്തീന്റെ പച്ചമണ്ണിൽ ഒരു കബറിടം ഇന്നും തുറന്നു കിടക്കുകയോ. സകല കല്ലറകളിലും അവർ ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, അവനിവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റ്. ആമേൻ. ഞാൻ പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശു പാതാളത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അനുഗമിച്ച ശിഷ്യന്മാർക്ക് 40-ലധികം പ്രാവശ്യം പ്രത്യക്ഷനായിക്കൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് കയറി പോകുന്നതിന് മുൻപായി തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഒരു അന്ത്യ കൽപ്പന കൊടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി, യാചനയല്ല, അപേക്ഷയല്ല, ഓർഡർ. നിനക്ക് വേണ്ടി പ്രാണനെ തന്നവന്റെ ഓർഡർ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ജീവൻ നൽകിയവന്റെ ഓർഡർ, ഉലകത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ ഓർഡർ. എന്താ കൽപ്പന? മത്തായി 28:18 വായിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വാക്കൊന്നുകൂടെ വായിര്. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന ഒരു കരം ഉയർത്തി ആമേൻ പറ. ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ വായിച്ചാ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന ഒരു ആമേൻ പറ. ആമേൻ. ഹല്ലേലൂയ. ഉറപ്പാണേ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ആർക്ക് നൽകപ്പെട്ടു? പിശാചിയൊക്കെ ഉറക്കെ പറ. യേശുവിന്. ആർക്ക് നൽകപ്പെട്ടു? യേശു. ആ യേശുവിന്റെ മകൾ എന്ന പദവിയിലേക്കാ ആര് വന്നത്? പറയാകൊണ്ട് രക്ഷിക്കപ്പെട്ട ഞാനും നീയും വന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എന്ന് പറഞ്ഞാൽ പാതാളത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടു. ആ യേശുവിന്റെ മകൾ എന്ന പദവിയിലേക്ക് ആര് വന്നേ? രക്ഷിക്കപ്പെട്ടവൻ വന്നേ. ഉറപ്പുള്ള രാമൻ പറ. ഉറപ്പാണേ. നിന്റെ അപ്പൻ ആരാ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട ആ യേശുവാണോ നിന്റെ അപ്പൻ? അതാ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയും. നിനക്ക് ഉറപ്പുണ്ടോ? ആ യേശുവിന്റെ മകളാണോ? ഉറപ്പുണ്ടോ? ഉറക്കെ ആമേൻ പറ. ഉറപ്പുള്ള ആമേൻ പറച്ചാ. ഉറപ്പാണോ? എങ്കിൽ അയലത്തെ മറിയാമ്മ അയല വെട്ടിയപ്പോ 3 മുള്ള് കാക്ക കൊത്തി നിന്റെ മുറ്റത്ത് കൊണ്ടിട്ടു. നിനക്കെന്ത്? ഉണ്ടെന്നില്ലല്ലോ. നിനക്കെന്ത്? മനസ്സിലായില്ല. അയലത്തെ മറിയാമ്മ അയല വെട്ടിയപ്പോഴേ 3 മുള്ള് കാക്ക കൊത്തി നിന്റെ മുറ്റത്ത് കൊണ്ടിട്ടു. നിനക്കെന്താന്ന്? നിനക്ക് വല്ലോട്ടോ? സ്വത്രം പോയി. നേരത്തെ കേട്ട ആത്മാവും ഇല്ല, ആവേശവും ഇല്ല. വല്ലതും ഉണ്ടോ? 50 മുള്ളു കൊണ്ട് കേട്ടോ. നിനക്കെന്ത്? ബന്ധനം. പക്ഷേ 3 മുള്ള് ഇവിടെ കണ്ടു. അമ്മ സൂക്ഷിച്ചു നോക്കാം, ആ മുള്ളിൻ്റെ കൂടെ വല്ല ഇലയോ വല്ല പൂവോ വല്ല ഉണ്ടോ? എന്തോ ഒരു ഇച്ചിരി ചുവന്നൊക്കെ കിടക്കും. ബന്ധനം. എന്തുവാ ചെയ്യുന്നേ? ഒരു 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കണം. ഏത്? 3 ദിവസം വിഷയത്തിൻ്റെ പുറത്ത് കയറിയിരിക്കണം. പുറത്ത് കയറിയിരുന്ന ആ കെട്ട് നമുക്കങ്ങ് അഴിക്കാം.
എന്നാൽ ഞാൻ സഭാഭാഷയോട് പറയട്ടെ, ഒരു 3 ദിവസം ഉപവാസം വെക്കാൻ അങ്ങേരോട് പറയണ്ട. അങ്ങേർക്ക് ഈ വെളിപ്പാടൊന്നും ഇല്ല. അമ്മാമ്മ വീട്ടിലങ്ങ് ഇരുന്നാൽ മതി, ഞാനങ്ങ് വരാം വിഷയത്തിൻ്റെ പുറത്തിരിക്കാനേ. മേൻ എന്നിട്ട് അതങ്ങ് അഴിക്കാം. ഒരുത്തനെ അഴിച്ചു. അല്ലേ ലൂയ്യ? ഇപ്പൊ മനസ്സിലായി? കെ.സി.ജോൺ മാസ്റ്റർ ഇവിടെ വന്ന്, ഉദാഹരണമാ, ഇനി ഇത് ദൂതാന്നൊന്നും ആരും പറയുന്നത്, ഇവിടെ വന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു 50 ലക്ഷം, തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ല, ജപ്തി നോട്ടീസ്, മാനക്കേടായി, ആരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ വയ്യ. അവസാനം ഡാളസിൽ പോയി റൂം എടുത്ത് ഒളിച്ചങ്ങ് താമസിക്കുക, ലോഡ്ജിൽ. അവിടെ നിന്നുകൊണ്ട് ആലോചിക്കുക, കയറെ തൂങ്ങണോ വിഷം അടിക്കണോ, ഇനി ഒരു രക്ഷയില്ല, എല്ലാം തകർന്നു. ഈ വിവരം മോറിസ് പാസ്റ്റർ അറിഞ്ഞു. മോറിസ് പാസ്റ്റർ അറിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ബാങ്കിൽ ചെന്ന് കെ.സി.ജോണിന്റെ പേരിലുള്ള സകല കടവും ആര് തീർത്തു? മോറിസ് തീർത്തു. ഇപ്പൊ കെ.സി.ജോൺ ഫ്രീയാ. സമാധാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചിറങ്ങി നടക്കാം. പക്ഷെ ആള് നടക്കുന്നില്ല. ആളിപ്പോഴും എവിടെ ഇരിക്കുക? ലോഡ്ജി ഒളിച്ചിരിക്കുക. കാര്യം, ഈ കടം തീർത്ത വിവരം ആരറിയുന്നില്ല? കെ.സി.ജോൺ അറിയുന്നില്ല. ഇതൊന്ന് അറിയിക്കാൻ മോറിസ് ആരെ അയച്ചു? എക്സ് ഓർ വൈ ഒരു കറിയാച്ചനെ അയച്ചു. കറിയാച്ചനോട് പറഞ്ഞു, നീ ആ കെ.സി.ജോണിനോട് ചെന്ന് പറ, പുള്ളിയുടെ പേരുള്ള സകല കടവും ഞാൻ വീട്ടി, നീ അബ്സല്യൂട്ട്ലി ഫ്രീയാ, ഇറങ്ങി അഭിമാനത്തോടെ നടന്നോളാൻ പറ. പിന്നെ ഒരു കാര്യം കൂടെ പറയണം, ഇനി മേലാലെങ്കിലും വേണ്ടാത്ത പണിക്ക് പോകരുതെന്നും, മര്യാദയ്ക്ക് നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ മേടിച്ചോണമെന്നും, വെറുതെ ഇതെല്ലാം മേടിച്ച പരിജ്ഞാനത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞേക്കണം കേട്ടല്ലോ. ആ ശരിയെന്ന് പറഞ്ഞു. ഇത് പറയാൻ ആരെ വിട്ടു? കറിയാച്ചനെ വിട്ടു. കറിയ ഡാളസി വന്ന് കോളിംഗ് ബെല്ലടിച്ചു. ഉടനെ കെ.സി.ജോൺ പയ്യെ ജനൽ തുറന്നു. ഉടനെ കെ.സി.ജോൺ, അതെ, കട ഉണ്ടല്ലേ? കടത്തിനകത്ത് മുങ്ങി ഭാരപ്പെട്ടിരിക്കുമല്ലേ? ആത്മഹത്യ വരെ നിന്റെ മനസ്സിൽ ചിന്തിച്ചിരിക്കുമല്ലേ? ഒരു 3 ദിവസം താന്നിരി, നമുക്കത് അഴിക്കാം. എടാ, ഒരുത്തൻ അഴിച്ചു. അത് പറയാനാ നിന്നെ ഏൽപ്പിച്ചേ. ആമേൻ. ആ നല്ല വാർത്ത, ആ നല്ല വിശേഷം, ആ സുവിശേഷം അറിയാതെ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നവരോട് പാപത്തിൽ നരകശിക്ഷയും മരണത്തിനായി കിടക്കുന്നവന്റെ അടുക്കൽ ചെന്ന് നിനക്ക് വേണ്ടി പ്രാണനാഥം വില കൊടുത്ത് നിന്റെ നരകശിക്ഷയിൽ നിന്ന് അവൻ നിന്നെ വിടുവിച്ചു. നീ അത് വിശ്വസിച്ചാൽ മാത്രം മതി. പുറത്തിറങ്ങ്, പക്ഷെ മേലിൽ നീ പാപം ചെയ്യരുത് എന്നൊരു താക്കീതം കൊടുത്ത് ഈ നല്ല സന്ദേശം അവനോട് പറയാനായി ഇവനെ അയച്ചത്. പക്ഷെ പറയാൻ അയച്ചവൻ ഇന്നും ബന്ധിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, കണ്ണു തുറന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വാ. കർത്താവ് പോലും കരയാന്ന എൻ്റെ ചിന്ത ഇതൊക്കെ കണ്ടിട്ട്. ഹല്ലേലൂയ. വചനപരിജ്ഞാനമില്ലായകയാൽ ജനം നശിച്ചുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ സഭകളിൽ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ അറിയാമായിരുന്നു. ഇന്നിപ്പം ബൈബിൾ ക്ലാസ് എന്ന് അതിപ്പോൾ പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം, ബൈബിൾ ക്ലാസ് എന്ന് വെച്ചാൽ ആള് വരണമെങ്കിൽ പയർ വെക്കണം. പയർ അതിൻ്റെ പുറത്തൊരു തീയുടെ പടവും കൂടെ വെച്ചാൽ പയർ ചെറുപയറും വൻപയറും എല്ലാം ഇപ്പോൾ ഇറങ്ങി, നാശകോടാലികളെല്ലാം ഇന്റർനെറ്റിൽ കാണുന്നുണ്ട്. പയർ. ആമേൻ. അയ്യോ പാസ്റ്റർ അങ്ങനെ പറയരുത്. എന്തുവാ? പരിശുദ്ധാത്മാവ് തീയല്ലോ. ഏത്? പിന്നെ യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പം ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും ചിലത് കിടന്നങ്ങ് കുട്ടിക്കരണം അറിയാ. പരിശുദ്ധാത്മാവ് തീയ നേഴ്സറിയിൽ എങ്ങനെ പോയിരിക്കണം. പരിശുദ്ധാത്മാവ് തീയാന്നും പറയും, കുട്ടിക്കരണം അറിയുക. അതിൻ്റെ താഴോട്ടും കൂടെ വായിക്കണം. വീശുമുറം അവൻ്റെ പക്കലുണ്ട്, അവൻ വീശും, പതിര് നീക്കും. ആമേൻ. നല്ലതിനെ വേർതിരിക്കും, തീയിലിട്ട് ചൂടും. അർത്ഥാൽ വിശ്വസിക്കുന്നവനെ പരിശുദ്ധാത്മാവിനാലും വിശ്വസിക്കാത്തവനെ തീയിലിട്ട് കളയാനും അധികാരമുള്ളവൻ പുറകെ വരുന്നുണ്ട്. ന്യായവിധി അവിടെ പറഞ്ഞത് മനസ്സിലായോ? അതിന്റെ ഒന്നുകൂടെ ഉറപ്പിച്ച തെളിവ് യോഹന്നാൻ 5:22. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായവിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അതിന് അധികാരമുള്ളവനാ വരുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, പാസ്റ്ററെ
അങ്ങനെയാണെ പിന്നെ മർക്കോസിന്റെ മാളിമുറിയിൽ അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവ് വന്നത് അവിടെ ഉണ്ടല്ലോ. അത് പരിശുദ്ധാത്മാവ്. അവിടെ ഒരു വാക്കുണ്ട്, പോലെ. അർത്ഥാൽ അത് ഉപമയാണ്. ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ അങ്ങനെ പണ്ട് മലയാളം ടീച്ചർ പഠിപ്പിച്ച അല്ലേ, ഉപമയാ മത എന്ന് പറഞ്ഞാൽ പോലെ എന്ന വാക്ക് വന്നാൽ അത് ഉപമയാണ്. അർത്ഥാൽ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. ഉടനെ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് ഉറക്കെ പറ, പ്രാവെന്ന പോലെ അവന്റെ മേൽ വന്നു അല്ലേ. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു പ്രാവ് ഇരിക്കുക. അയ്യോ പരിശുദ്ധാത്മാവേ എവിടെ പോയി ചോദിക്കൂ. എന്താ ചോദിക്കാതെ? യേശുവിനെ കുഞ്ഞാടെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു കുഞ്ഞാട്ട്, യേശുപ്പ പിന്നെ വന്നു ചോദിക്കോ? ഏത് കാലത്താ ജീവിക്കുന്നേ? ആമേൻ. വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പരിശുദ്ധാത്മാവ് തീ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ തീ നരകത്തില്ല. അവിടുന്നില്ല. ഈ ജനത്തെ തുള്ളിപ്പിക്കാൻ ഒന്നും പറയരുത്. പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങളെ പഠിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? പയറും തീയും ഇറക്കി ഒത്തിരി കുടുംബങ്ങളെ ഉമാര് ചുട്ടോണ്ടിരിക്കുക. പയറ് ഞാൻ ഓടി വരിക. അവള് വിഷമിക്കട്ടോ, ഇന്നും കൂടെ സഹിച്ചാൽ മതിയല്ലോ, നാളെ ഇല്ലല്ലോ. നാളെ പകലുണ്ടല്ലേ? പകൽ തരുമോ? സമയം തരുമോ? ഉണ്ടെന്ന്. സ്തോത്രം. അപ്പൊ സംഗതി ഇതാണ്. നോക്ക് നമ്മൾ കാതലായ വിഷയത്തിലേക്ക് നമ്മൾ വരിക. കർത്താവിന്റെ അന്ത്യകൽപ്പന മത്തായി 28:18. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന പാരമ്പര്യവാദികൾ അവകാശപ്പെടുന്ന പത്രോസ് ശ്ലീഹായോടും കൂട്ടരോടും എന്റെ കർത്താവ് കൊടുത്ത അന്ത്യകൽപ്പന നിങ്ങൾ പറയാ പുറപ്പെടണം. ഒന്നാമത്തെ മാർപ്പാപ്പയോട് കർത്താവ് പറഞ്ഞ എന്താ? പുറപ്പെടണമെന്ന്. അല്ലാതെ ഭദ്രാസനം അടിച്ച് ആസനം അടിച്ച് അവിടെ ഇരിക്കാനല്ല പറഞ്ഞ്, പുറപ്പെടാനാ പറഞ്ഞ്. എന്താ മനസ്സിലായി? കവലയെ പ്രസംഗിക്കുന്നവന് സ്റ്റാൻഡേർഡ് ഒന്നും വരത്തില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? പുറപ്പെട്ട് എന്ത് ചെയ്യണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. അമ്മാമേ, പെന്തിക്കോസുകാരുടെ കൽപ്പനയല്ല സ്നാനം. അച്ഛാ, പെന്തിക്കോസുകാരുടെ കൽപ്പനയല്ല സ്നാനം. നിനക്ക് വേണ്ടി പ്രാണനെ തന്നവന്റെ ഓർഡർ, നിനക്ക് വേണ്ടി ജീവനെ തന്നവന്റെ ഓർഡർ. നീ പുറപ്പെട്ടു പോയി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാനത് പറയുമ്പോൾ അവിടെ നിന്ന് നിൽക്കുക. വടക്കൻ മേഖലയിൽ ഒരു പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഒരു അച്ഛൻ എൻ്റെ അടുത്ത്, മോനെ പ്രസംഗം കൊള്ളാം കേട്ടോ, എനിക്ക് ഒരു അഭിപ്രായം പറയാമോ? പിന്നെ ജനാധിപത്യമല്ലയോ, ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങളെയൊക്കെ എവിടെ പ്രസംഗിച്ചാലും വെന്തിക്കോസുകാർ, ചിലർ അങ്ങനെ വെന്തിക്കോസ, ചിലർ പന്തക്കോസ്, ചിലർ ബുന്തുക്കോസ്. ഞാൻ ചിലരോട് പറയണ അത്യാവശ്യം പറയാനെങ്കിലും പഠിച്ചിട്ട് കളിയാക്ക്. പന്തക്കോസ്തെന്ന് ഒന്ന് പറയാൻ പഠിച്ചിട്ട് കളിയാക്ക്. അല്ല, ബുന്തുക്കോസ്, പന്തക്കോസ്, വെന്തിക്കോസ്. നമ്മുടെ പെന്തക്കോസുകാർ ചിലർ സ്വോത്രം പറയുന്ന പോലെ കേട്ടില്ലേ? പെന്തക്കോസുകാർ ചിലർ സ്വോത്രം പറയുന്നത് കേട്ടില്ലേ? സ്വോസ്ത്രം. എന്നാ പ്രാർത്ഥനയൊക്കെയാന്ന് പറയും, ഭയങ്കര പ്രസംഗിക്കുകയും ചെയ്യും. ചില പ്രസംഗകർ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഇന്റർനാഷണൽ പ്രസംഗം അങ്ങോട്ട് സ്റ്റേജിൽ കയറിയുന്നുണ്ട്. ഷൗമേല് ഒന്ന്, ഷൗമേലിന്റെ എന്ത് ഷൗമേലുണ്ടോ? ഷമുവേലാ പുസ്തകത്തിൽ, ഷൗമേലല്ല. അവൾ വിട്ടുന്നില്ല. പോട്ടെ, വിൽക്കന മോശയോട് കൂടെ ഇരുന്ന ദൈവമല്ലേ. സ്തോത്രം. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇയാൾ പറയാ, നിങ്ങൾ ഈ വെന്തിക്കോസുകാര് എവിടെ പ്രസംഗിച്ചാലും ഈ സ്നാനം ഇത് പറയാതെ പോകത്തില്ലല്ലോ. അത് പറയാതെ പോകത്തില്ല. അതിനാ അത് പറയുന്നേ? അതിന് സ്നാനത്തിന് നമ്മൾ അത്രയും വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട. ഞാൻ ചോദിച്ചു, അച്ഛാ, യേശു ആരെ സ്നാനപ്പെടുത്തിയിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ ഈ സ്നാനത്തിനോ? യേശു സ്നാനപ്പെടുത്തിയിട്ടില്ലയോ? ഇല്ല. അങ്ങനെ ബൈബിളിലുണ്ടോ? പിന്നെ ഇത് മൊത്തമൊക്കെ വായിച്ചിട്ട് വേണ്ടേ പ്രസംഗിക്കാൻ? ഞാൻ പറഞ്ഞു, ഞാൻ മൊത്തവും വായിച്ചിട്ടുണ്ട് അച്ഛാ, ഞാൻ കണ്ടിട്ടില്ല. കാണണം. യോഹന്നാൻ 4:2 കിടക്കുമല്ലയോ? യോഹന്നാൻ എവിടെ കിടക്കുക? യോഹന്നാൻ 4:2 കിടക്കുമല്ലയോ എന്ന്? എന്നാ പിന്നെ ഒന്ന് വായിച്ചേ, അത് അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. യോഹന്നാൻ 4:2. യേശു യോഹന്നാനേക്കാൾ അധികം അല്ലെന്ന്, രണ്ടാം വാക്യം വായിച്ചാ.
ശിഷ്യന്മാരല്ലാതെ അത് പറ. യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അതാണ്ട ഇവിടെ നോക്കിയാ ഇവിടെ ഉണ്ട്. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം ഉറക്കെ പറ, പേടിക്കണ്ട, ഉറക്കെ പറ. കഴിപ്പിച്ചില്ല താനും. നിങ്ങളുടെ ആരെങ്കിലും പുസ്തകത്തിൽ കഴിപ്പിച്ചെന്നുണ്ടോ? എല്ലാത്തിലും കഴിപ്പിച്ചില്ല താനും. അയ്യോടാ, അപ്പൊ അച്ചാൻ പറഞ്ഞ ശരിയാണല്ലോ. കണ്ട കണ്ട് അതാ പറഞ്ഞ്. ഇവിടെ മൊത്തം വായിക്കണം കേട്ടോ. പോവാ. ഹലോ, അങ്ങനെ പോയാലോ ചൊഞ്ഞു വാച്ച. അച്ചാൻ ഏതായാലും 4-ന്റെ 2 കൊണ്ട് വന്നേല്ലോ. അവിടെ ഇരി. ഞാൻ പറയുന്നതും കൂടെ ഒന്ന് കേട്ടു പോ. അല്ലേ ജനാധിപത്യം? അതെന്തോ അതിന് പറയാ. അച്ഛാ, ഈ 3 കഴിഞ്ഞാണോ 4, അതോ 4 കഴിഞ്ഞാണോ 3? അപ്പൊ ആർക്കറിഞ്ഞൂടാത്ത 3 കഴിഞ്ഞല്ലയോ 4 ആണോ? എന്നാ നമുക്ക് 3-ന്റെ 22 തുടങ്ങാം. എന്നിട്ട് നമുക്ക് 4-ലോട്ട് വരാം. അതല്ലയോ ഭംഗി? ഒന്ന് വായിച്ച നിർത്തി ഉറക്കെ. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യേശു ഉറപ്പാണേ. ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് അത് യേശുവിന്റെ വല്യമ്മച്ചിയുടെ മോനാന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. യേശു ശിഷ്യന്മാരുമായി വായിക്കേ. യഹൂദി ദേശത്ത് വന്ന്. എവിടെ വന്നു? എവിടെ വന്ന മാമേ? വ്യാഖ്യാനം ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്താനാ നിങ്ങളോട് ചോദിക്കുന്നത്. എവിടെ വന്നു? യഹൂദിയ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തോ ചെയ്തോണ്ട്? മുടി വെട്ടിക്കൊണ്ടിരുന്ന ആര്? ഇത് അച്ചായൻ കണ്ടില്ല. അച്ചായൻ 2 കൊണ്ട് കിടക്കുക. യേശു അവരെ കൊണ്ട് സ്നാനം കഴിപ്പിച്ചെന്നല്ല, അവരോട് കൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. വാക്ക് ശ്രദ്ധിക്കണം. അടുത്ത വാക്ക്. യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ യേശു യഹൂദിയെ സ്നാനം കഴിപ്പിക്കുന്നു, ഐനോനിൽ സ്നാനം കഴിപ്പിക്കുന്നു. 2 സ്ഥലത്ത് നടക്കുന്നു. ഉറക്കെ പറ. സ്നാനം. അടുത്ത വാക്ക്. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അതൊന്നുകൂടെ വായിച്ചാ. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അപ്പൊ സ്നാനപ്പെടുത്താൻ കിണ്ടിയിലെ വെള്ളം പോരാ. ഉണ്ടെന്നില്ലല്ലോ. അവിടെ എന്തുണ്ടായിരുന്നു? അതുകൊണ്ടല്ലേ നമ്മൾ വെള്ളമുള്ള സ്ഥലം തപ്പി നടക്കുന്നത് പെന്തിക്കോസുകാര്. അവിടെ എന്തുണ്ടായിരുന്നു? വളരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ചിലർ വേണോ ചോദിക്കും, പാസ്റ്ററെ അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു, സംഗതി ശരിയാ. അതിപ്പോ അതിനകത്ത് ഇറങ്ങിയാണോ അതോ കോരിക്കൊണ്ട് കരയെ വന്ന് തളിച്ചാണോ എന്നൊന്നും നമുക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. ഒക്കുവല്ലോ. മത്തായി 3:13. എന്നിട്ട് തിരിച്ചു വരാം. ഇത് കളയരുത്, അവിടെ വെച്ചേക്കണം. മത്തായി 3:13. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി. 3:13. ഇവിടെ കണ്ട് വൈര്. ഞാൻ വായിക്കാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽപ്പാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചതിന് പോയി. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല രീതി നിവർത്തിക്കേണ്ട നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. എന്നാറേ അവനെ സമ്മതിച്ചു. അടുത്ത വാക്ക്. ആയിരച്ചങ്ങോട്ട്. യേശു സ്നാനമേറ്റ ഉടനെ നിക്കട്ടെ. ആനപ്പുറത്തുനിന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കയറണം. പിന്നെ കയറാതെ എങ്ങനെ ഇറങ്ങുന്നത്? അപ്പൊ യേശു വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പുസ്തകത്തിലുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി. ഇറങ്ങാതെ എങ്ങനെ കയറുമെന്ന് നിങ്ങൾക്ക് വേറെ വ്യാഖ്യാനമല്ലോ ഉണ്ട്. മീറ്റിംഗ് കഴിയുമ്പോൾ പറഞ്ഞു തന്നാലും മതി. ഇല്ല, ഇനി ഇറങ്ങിയതിന് വേറെ തെളിവുണ്ടോ? പ്രവൃത്തിയിലുണ്ടല്ലോ. ഫിലിപ്പോസ് ഷണ്ണൻ എന്ന അധികാരിയെ സ്നാനം കഴിപ്പിപ്പാൻ അവർ 20 വെള്ളത്തിൽ ഇറങ്ങി. അപ്പൊ തെളിവ് കിടപ്പുണ്ട്. അതിലേക്ക് പോകുന്നില്ല. അപ്പോ വളരെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി തന്നെയാണ് എന്ത് ഏറ്റത്? സ്നാനമേറ്റത്. ഇനി യോഹന്നാനിലേക്ക് തിരിച്ചു വരാം. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്. അത് പെന്തിക്കോസുകാർക്കുള്ള ദൂതായതുകൊണ്ട് ഒന്നുകൂടെ വായിക്കണം. ആളുകൾ വന്ന് സ്നാനപ്പെട്ടു. പിടിച്ചു വലിച്ചു മുക്കിന്നല്ല. ആരും പിടിച്ചു വലിച്ചു എന്ത് ചെയ്യരുത്? മുക്കരുത്. കാര്യം കറ തീർത്ത് പറഞ്ഞു കൊടുക്കണം. ഒരു കോംപ്രമൈസും വെക്കരുത്. സ്നാനം ഇങ്ങനെയാ, രക്ഷ ഇങ്ങനെയാ, ഉപദേശം ഇങ്ങനെയാ, കാര്യം കറ തീർത്ത് പറയണം. അത് ഹൃദയത്തിനകത്ത് കൊണ്ട് പരിവർത്തനമുണ്ടായി എനിക്ക് സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നവനെ സ്നാനം കഴിപ്പിക്കണം. അല്ലാതെ ആരെ പിടിച്ചു വലിച്ച് മുക്കരുത്. അങ്ങനെ മുക്കിയതിൻ്റെ ഫലമാണ് നാട്ടുകാർ ചിരിക്കുന്നത്. നാട്ടുകാർ ചിരിക്കും. അവനും ബന്ധിക്കോസാ, അതുകൊണ്ട് കള്ളിഷാപ്പി ഇരിപ്പുണ്ട്. എന്തിനാ ഇത് കേൾപ്പിക്കുന്നത്? പിടിച്ചു വലിച്ച് മുക്കല്ലേ. ഞങ്ങളുടെ വീട്ടിനടുത്ത് രാജു എന്ന് പറഞ്ഞൊരു അച്ചാനുണ്ട്. വഴി പോയപ്പോൾ ഞാൻ ഒന്ന് കയറിയതാ. നോക്കിയപ്പം പുള്ളി തെങ്ങും ചാരിയെന്ന് വലിച്ചോണ്ടിരിക്കുക.
എന്നെ കണ്ടപ്പോൾ ഒരു വെപ്രാളമൊക്കെ ആയി. എന്തായാലും കണ്ടെന്ന് മനസ്സിലായി. അടുത്ത് എന്ന് ചോദിച്ചു, രാജ എന്തോ ഈ കാണിക്കുന്നത്? നിങ്ങൾ സ്നാനപ്പെട്ടൊരു മനുഷ്യനല്ലേ? ഓ സ്നാനപ്പെട്ട പോ പാസ്റ്റർ. സ്നാനപ്പെട്ടില്ലേ? ഓ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയതാണ്. പാസ്റ്റർ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്ന് 6 പേര് സ്നാനപ്പെടുന്നുണ്ട്. 6 പിശാചിന്റെ സംഖ്യ, 7 ദൈവത്തിന്റെ സംഖ്യ. അതുകൊണ്ട് 7 തയ്ക്കാൻ അങ്ങോട്ട് വരാൻ. ഉറങ്ങിക്കിടന്നവനെ 7 തയ്ക്കാൻ പിടിച്ചോണ്ട് പോയി മുക്കിയെന്നു. ദയവായി ചാകാത്തവനെ കുഴിച്ചിടല്ലേ. ചാകാതെ കുഴിച്ചിട്ട ഒത്തിരി എണ്ണം സഭയ്ക്കകത്ത് കയറിയായി നാശകോടാലി മൊത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാക്കരുത്. ആളുകൾ വന്ന് സ്നാനമേറ്റു. അടുത്ത വാക്ക് വായിക്ക്. ആളുകൾ വന്ന് സ്നാനമേറ്റു. നമുക്കറിയാം, തടവിലാക്കിയെങ്കിൽ പുള്ളി അവിടെ നിന്ന് മുക്കത്തില്ലല്ലോ. ബാക്കി വാര്യം. യോഹന്നാന്റെ ശിഷ്യന്മാർ ചിലർക്ക് ഒരു ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. അവരെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, ഗുരുവേ ഗുരുവേ, യോർദാനക്കര നിന്നോട് കൂടെ ഇരുന്നവൻ അതാരാ? നിങ്ങൾ പറ. യോർദാനക്കര യോഹന്നാന്റെ കൂടെ ഇരുന്നവൻ ആരാ? യേശു. അതിന്റെ തെളിവ് വേണോ? അടുത്ത വാക്ക് തന്നെ. യോഹന്നാൻ സാക്ഷീകരിച്ചത് ആരെയാ? എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞല്ലോ. ആരെയാ? യേശു. ആ യേശു തന്നെ. ആര്? ഇതിൽ അങ്ങേര് കണ്ടില്ല, രണ്ടും കൊണ്ട് കിടക്കുക. ഇനി 4ന്റെ 1 വാ. പിന്നല്ലയോ 2. 4ന്റെ 1 നിൽക്കട്ടെ. യേശു യോഹന്നാനേക്കാൾ അധികം ശിക്ഷ. ഇപ്പൊ യോഹന്നാനേക്കാളും അധികം പേരെ ആരാ സ്നാനം കഴിപ്പിക്കുന്നത്? ഇതും അങ്ങേര് കണ്ടില്ല. യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? ഇനിയാണ് കാതലായ വിഷയം. ചിലർ പറയും, പിന്നെ എന്തിനാ 2ാം വാക്യം അങ്ങനെ എഴുതി? അതല്ലേ പറഞ്ഞു തരാൻ പോന്നേ. ഈ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? പരീശന്മാർ കേട്ടു. ഇതാരറിഞ്ഞു? അടുത്ത വാക്ക്. അറിഞ്ഞപ്പോൾ യേശു അല്ലാതെ അല്ലല്ല, പരീശന്മാർ കേട്ടു, ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല. മുമ്പേ വായിച്ച പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ. ആരറിഞ്ഞു? കർത്താവ് അറിഞ്ഞപ്പോൾ. പരീശന്മാരുടെ കാതിൽ വിവരമെത്തിയതെന്ന് ആരറിഞ്ഞു? കർത്താവ് അറിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാരല്ലാതെ യേശു ആരെ സ്നാനം കഴിപ്പിച്ചില്ല. അതിന്റെ കാരണം അടുത്ത വാക്യം. അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. ആളവിടുന്ന് പോവുക. പിന്നെ എങ്ങനെ നമുക്കൊന്ന് 3ന്റെ 22 യേശു യഹൂദ്യാദേശത്ത് വന്നു. 4ന്റെ 3 ആയപ്പോൾ അവൻ യഹൂദ്യാദേശം വിട്ടു. 3ന്റെ 22 മുതൽ 4ന്റെ 3 വരെ ഒറ്റ സംഭവമാണ്. അതിന്റെ ഇടയ്ക്കുന്ന ഒരു 2 കൊണ്ട് കിടക്കുക. പള്ളിയിൽ നിന്ന് കിട്ടിയതാ. മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് പിടി കിട്ടിയില്ല. എന്നാ ഒന്ന് കാര്യം പറഞ്ഞുതരാം. KC ജോൺ പാസ്റ്റർ ന്യൂയോർക്കിൽ സ്നാനം കഴിപ്പിക്കുന്നു. ഷമീർ പാസ്റ്റർ ചിക്കാഗോയിൽ സ്നാനം കഴിപ്പിക്കുന്നു. ഉദാഹരണം, അവിടെ യേശുവും യോഹന്നാനും, ഇവിടെ KC ജോണും ഷമീറും. മനസ്സിലായോ? KC ജോൺ പാസ്റ്റർ ന്യൂയോർക്കിൽ സ്നാനം കഴിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പേരെ ഷമീർ ചിക്കാഗോയിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? അവിടെ പരീശന്മാര്, ഇവിടെ ജമാഅത്തുകാർ കേട്ടു. നല്ലല്ലേ, എനിക്ക് പ്രശ്നമുള്ളൂ. കേട്ടു. ഈ വാർത്ത ആരറിഞ്ഞു? അവിടെ യേശു, ഇവിടെ ഷമീർ അറിഞ്ഞപ്പോൾ പിന്നെയും അവിടെ ഇരുന്ന് മുക്കി അടി മേടിക്കാതെ പാസ്റ്റർമാരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് കൊല്ലത്ത് പോയി. ഇപ്പോഴാ പിടി കിട്ടിയേ. അതിനല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ കഥയെ ഉദാഹരണമൊക്കെ പറയുന്നത്. കർത്താവ് അങ്ങനല്ലയോ സംസാരിച്ചത്? സ്തോത്രം. അതെന്താ ഭാഷ അടി മേടിക്കുക എന്ന് പറഞ്ഞ്? അവന്റെ നാഴിക വന്നിട്ടില്ലായിരുന്നു. പല സ്ഥലത്തും അവനെ കൊല്ലുവാൻ നോക്കി, തള്ളിയിടുവാൻ ഭാവിച്ചു. അവനും അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി, മാഞ്ഞുപോയി, മറഞ്ഞുപോയി. കാരണം അവന്റെ നാഴിക വന്നില്ല. എന്നാൽ ഗത്സമനയുടെ തോട്ടത്തിൽ പന്തവും വാളും വടിയും കുന്തവുമായി വന്ന പടയാളിയുടെ നേരെ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു, പിടിച്ചോ, നാഴിക വന്നിരിക്കുന്നു, നിങ്ങളുടെ സമയമായി, കുഴപ്പമില്ല. അതുകൊണ്ട് അവിടെ 4ന്റെ 3 വരെ ഒറ്റ സംഭവമാണ്. അതുകൊണ്ട് പൊന്നമ്മാമേ, സ്നാനപ്പെട്ടേ തീരൂ. അച്ഛാ, സ്നാനപ്പെട്ടേ തീരൂ. കോംപ്രമൈസ് ഇല്ല. അവിടെ കൊണ്ട് കൽപ്പന തീർന്നില്ല. മത്തായി 28:18 തിരിച്ചു വരാം വേഗം. ആമേൻ. 28:18 തിരിച്ചു വാ, വേഗം വാ. ആമേൻ. നിങ്ങൾ പുറപ്പെട്ട് പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട്
കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. നിൽക്കട്ടെ, സ്നാനം കഴിപ്പിച്ചും എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അടുത്തതാ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അർത്ഥാൽ സ്നാനപ്പെട്ടവൻ എന്ത് വേണം? ഉപദേശിക്കണം. പറയാ, ഉപദേശം വേണം. അല്ല ചിലത് പറഞ്ഞ പിന്നെ മുങ്ങിയ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട ഇനി എവിടെയും ചെന്ന് കയറിക്കും, കുഴപ്പമില്ല. നമ്മൾ മുങ്ങിക്കഴിഞ്ഞാൽ മതി, എവിടെ ചെന്ന് കയറിയാലും കുഴപ്പമില്ലെന്ന്. പോരാ, സ്നാനപ്പെട്ടവൻ ഉപദേശം വേണം. ഉപദേശം വേണമെങ്കിൽ ഉപദേശം ഉള്ളിടത്ത് പോയേ പറ്റൂ. വേറെ നിവർത്തിയില്ല അമ്മാമേ. അതുകൊണ്ടാ ബന്ധുക്കളെയൊക്കെ അങ്ങ് വിടേണ്ടി വന്ന കേട്ടോ. അല്ലാതെ വൈരാഗ്യം കൊണ്ടൊന്നുമല്ല. ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഈ കൽപ്പന ശിഷ്യന്മാർ അങ്ങനെ തന്നെ ചെയ്തു എന്നുകൂടെ പരിശോധിച്ചിട്ട് തൽക്കാലം നിർത്തുകയെ നിവർത്തിയുള്ളൂ. നമുക്ക് അതും കൂടെ പരിശോധിച്ച് അങ്ങ് നിർത്താം. പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഓടി വരാം. അവിടെ കൽപ്പന ഏറ്റെടുത്ത ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് കയറിപ്പോയി. ബാക്കിയൊന്നും വായിപ്പിക്കുന്നില്ല, ഞാൻ കമ്പിവാദ്യത്തിൽ പറഞ്ഞു വിടാൻ പോവാ, കേട്ടോണം. മാളിക മുറി കയറിപ്പോയി. പെന്തക്കോസ്ത പെരുന്നാൾ വന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്ന പോലെ മുഴക്കമുണ്ടായി. ശബ്ദം കേട്ട്, ഈ മുഴക്കം കേട്ട് നാനാവിഭാഗക്കാരെല്ലാം ഓടിക്കൂടി. നോക്കേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഒരുവൻ രംഗത്തിറങ്ങി പ്രസംഗിക്കാൻ. ആരാ? പത്രോസ്ലീഹ പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി ഇറങ്ങി നിന്നങ്ങോട്ട് പ്രസംഗിച്ചപ്പോൾ പത്രോസ്ലീഹ ഇറങ്ങി നിന്നങ്ങോട്ട് പ്രസംഗിച്ചു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു. ഹല്ലേലൂയ. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ. അപ്പോസ്തലന്മാരുടെ പ്രസംഗം അങ്ങനെ ആയിരുന്നു. യേശു തന്നെ ക്രിസ്തു. യേശു, യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഈ അടുത്തിടയ്ക്ക് ഒരുത്തനൊരു വെളിവുകേടുണ്ടായി, യേശുവും ക്രിസ്തുവും രണ്ടും രണ്ടാണ്. മിണ്ടുന്നില്ലല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. റൈസൻ തോമസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള എല്ലാം പറയാമെന്ന് ഇച്ചിരി സമയമില്ലാതായിപ്പോ. എന്തിനാ, പേര് അഡ്രസ്സൊക്കെ എല്ലാം എൻ്റെ കയ്യിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വിഷയം കേട്ടോ, അവിടെ യേശു തന്നെ ക്രിസ്തു എന്ന് ആടിവരയിട്ട് തെളിയിച്ച് പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം പ്രവൃത്തി 2:37 വായിച്ചേ. 2:37 വായിച്ചാ. നിക്കട്ടെ മാമേ, ദേ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാവും നിറഞ്ഞവൻ ആത്മനിറവിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ വചനം കേട്ടവരുടെ ഹൃദയത്തിൽ, അങ്ങനെ പുസ്തകത്തിൽ ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി എന്ന് പ്രസംഗിച്ചാൽ ചങ്കത്ത് കത്തി കയറും, ഇരുവായ്ത്തലയുള്ള വാള് തുളഞ്ഞു കയറും. അതാ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി എന്ന് പ്രസംഗിച്ചപ്പോ കുത്തുകണ്ടെന്ന് വെച്ചാ, കുത്തുകണ്ടവർ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി. ഒന്നുകിൽ ഈ പാർട്ടിയുടെ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വള്ളി പോകും. ഇപ്പൊ സഭയിൽ പാർഷൊന്നും അല്ല തീരുമാനം, എല്ലാം കമ്മിറ്റിയാ. പാർഷക്കൊന്നും ഒരു റോളും ഇല്ല ഇപ്പൊ സഭയിൽ. ഉണ്ടാതെ അവിടെ കാണാൻ ഇരുന്നോണം, തികച്ചോണം, പൊക്കോണം. മനസ്സിലായോ? ഉപദേശം വല്ലതും പറഞ്ഞു പോയോ കെട്ടിപ്പറക്കാൻ റെഡി ആയിക്കോണം. നിങ്ങൾ ഇല്ലാത്തല്ലോ പറഞ്ഞു. പാർഷന്മാർക്ക് റോളൊന്നുമില്ല. കൊടപ്പെടാത്ത കുറെ എണ്ണം കയറി ഇരിപ്പുണ്ട് കമ്മിറ്റിക്കകത്ത്. ഇത് കൊള്ളുന്ന ആർക്കാന്ന് യോഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആദ്യമേ. ചുമ്മാ ഇരി അവിടെ, അല്ലാത്തവര് ചിരിച്ചോണ്ടിരിക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. സ്വത്രാം. ഗുണപ്പെട്ടവൻ ആമേൻ പറയും, ഗുണപ്പെടാത്തവർ ഇറങ്ങിച്ചു പറയും അയാൾ കമ്മിറ്റിയെ പറയേണ്ട കാര്യം. ഇവൻ ഗുണപ്പെട്ടവനല്ല. സ്വത്രാം. ഓക്കെ, കുത്തുകൊണ്ടവർ കമ്മിറ്റി കൂടി പാർശ്വ സ്ഥലം മാറ്റാൻ കേന്ദ്രത്തിൽ കത്ത് കൊടുക്കുകയല്ല, നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, സഹോദരന്മാരെ ചങ്കത്ത് കുത്തുകൊണ്ടു, ആ വചനം എന്റെ ഹൃദയത്തിനകത്ത് കുത്തി, ഞാൻ എന്തു ചെയ്യണം? കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ പ്രസംഗത്തിൽ ചങ്കത്ത് കത്തി കയറും, മാനസാന്തരം ഉണ്ടാവും. നിനക്ക് ഇക്കിളിയല്ല ഉണ്ടാകണേ, അതൊന്നും പരിശുദ്ധാത്മാവല്ല, വേറെ ഏതോ ആത്മാവാ. ആമേൻ. സഹോദരന്മാരെ വായിക്ക.
ആ ആ കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ മാനസാന്തരം ഉളവാക്കും. അല്ലാതെ ഈ ആത്മാവിന്റെ പേരും പറഞ്ഞ് ഇന്ന് കാണിച്ചു കൂട്ടുന്ന വികൃതികളല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലാക്കണം. വേദപുസ്തകം അടിവരയിട്ട് പറയാ, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ആത്മാവിന് കീഴ്പ്പെട്ടിരിപ്പിൻ. ബിക്കോസ് ഹി ഈസ് ലോർഡ്. ദൈവമായതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ നീ അനുസരിച്ചും പരിശുദ്ധാത്മാവിനെ നീ കീഴ്പ്പെട്ടും ജീവിച്ചോണമെന്ന് വചനം പറയുമ്പോൾ ഇവിടെ പലരും പരിശുദ്ധാത്മാവിനെ അനുസരിപ്പിക്കാനിരിക്കുക. പോരാ പോരാ പോരാ, കയറട്ടെ ഇറങ്ങട്ടെ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും ഇവന്റെ വീട്ടുവേലക്കാരനോ പരിശുദ്ധാത്മാവ്? കളിയല്ലത്. അമേൻ. ഇവൻ പറയുന്നതനുസരിച്ച് അമേൻ. ചിലര് ആരാധിക്കും, പോരാ പോരാ പോരാ, ഇവനാ തീരുമാനിക്കുന്നു പോരാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടുവേലക്കാരനല്ല, ദൈവത്തിന്റെ കാര്യസ്ഥൻ. നിന്റെ കാര്യസ്ഥനല്ല. നീ പറയുന്നതനുസരിച്ച് കോമരം തുള്ളുന്ന കുട്ടിക്കണ്ണം അറിയുന്ന കുരങ്ങല്ല. പരിശുദ്ധാത്മാവ് ദൈവമാ. അർഹിക്കുന്ന ബഹുമാനത്തിലും ഭയത്തിലും നീ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ദൈവാത്മാവിന് കീഴ്പ്പെട്ട് നീ ജീവിക്കണം. നീ പറയുന്നതനുസരിച്ച് കയറാനും ഇറങ്ങാനും നിന്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. ആമേൻ. വചനത്തിൽ തെളിവ് തരാം. പരിശുദ്ധാത്മാവ് വന്നാൽ നീ പേ പിടിച്ച പോലെ കിടന്ന് ഓടുവെന്നാണോ, അതോ പരിശുദ്ധാത്മാവ് വന്നാൽ നീ എന്തൊക്കെ ചെയ്യുമെന്നും പറഞ്ഞു തന്ന കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോഹന്നാൻ 14:26 വായിക്കാം. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഒന്ന്, പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് ചെയ്യും? ഉപദേശിക്കും. അല്ല ഇവിടെ കിടന്ന് കുട്ടിക്കാരണം അറിയുമല്ല, ഉപദേശിക്കും. രണ്ട്, കർത്താവ് പഠിപ്പിച്ച കൽപ്പനകളെ കൂടെ കൂടെ നിനക്ക് റിമൈൻഡ് ചെയ്യും, ഓർമ്മിപ്പിക്കും നിന്നെ. വല്ല ഓർമ്മയുണ്ടോ? എവിടാ ഇന്ന് പ്രസംഗിക്കുന്നത് നാളെ മറന്നു പോകും. എന്നിട്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാ ആര്? നോക്ക് 15:26 വാ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള കാര്യസ്ഥനായ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അമ്മാവേ, പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ നീ ആരെ കുറിച്ച് പറയും? യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. നീ ജോലി ചെയ്യുന്നിടത്തും നീ പോകുന്നിടത്തും വരുന്നിടത്തും നീ കാണുന്നവരോട് കേൾക്കുന്നവരോടും എല്ലാം നിന്നെ വിടുവിച്ച കർത്താവിനെ കുറിച്ച് നിന്റെ നാക്ക് ചലിപ്പിക്കാൻ നിന്റെ നാവ് പൊങ്ങുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. അല്ലാതെ പള്ളിക്കകത്ത് വരുമ്പം രണ്ടു തുള്ളി നൂറായി നിന്നുകൊണ്ടൊന്നും പരിശുദ്ധാത്മാവ്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? പുസ്തകത്തിൽ നിന്ന് കാണിച്ച ആരാ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചതെന്ന് എനിക്കറിയത്തില്ല, ആരാ ആക്കി വെച്ചത്. ഏതായാലും പുസ്തകത്തിൽ അങ്ങനെയില്ല. ഇനിയും പഠിക്കുക. 16:8 വാ. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു കഷണം കൂടെ ഉണ്ട്. ഈ കഷണം മറക്കും പെന്തക്കോസുകാർ. കഷണം മറക്കരുത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്നാണ് എഴുതിയേക്കുന്നത്. ലോകത്തിന്. അത് നമ്മൾ പലപ്പോഴും മറന്നുപോകും. ലോകത്തിന് അർത്ഥാൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നീ ലോകത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് ലോകത്തോട് മനുഷ്യൻ പാപിയാണെന്നും ആദാമ്യ പാപത്തിന് നീ അടിമപ്പെട്ടെന്നും നിന്റെ പാപത്തെ മോചിപ്പിപ്പാൻ നീതിസൂര്യനായ ക്രിസ്തു വെളിപ്പെട്ടു വന്നു എന്നും അവനിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഒരു ന്യായവിധി വരുന്നുണ്ട് എന്നും ഈ ലോകത്തോട് വിളിച്ചു പറയുന്നവന്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ്. ഇത് പുസ്തകമാ, വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നതല്ല പറഞ്ഞേ, പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുക. ആത്മാവുണ്ടെങ്കിൽ. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 13 വാക്യത്തിലോ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെന്ന് ഉള്ളതിന്റെ മറ്റൊരു തെളിവ് പാപത്തോട് ടാറ്റ പറഞ്ഞൊരു ജീവിതം നയിക്കും നീ. ആമേൻ. അല്ലാതെ പാപത്തെ പരിഷ്കരിച്ച് ചെയ്ത് കോട്ടുസൂട്ട് ഇതേ പണ്ടൊരു സായിപ്പ് കാട്ടിലൂടെ നടന്നുപോയി. ആദിവാസി ഒരു മനുഷ്യനെ നോക്കിയപ്പം ഉടുതുണി ഒന്നുമില്ല, നഗ്നനായിരുന്നുകൊണ്ട് ഒരു പാമ്പിനെ എടുത്ത് കടിച്ച് തിന്നുക. സായിപ്പിന്റെ ഉള്ളം പടഞ്ഞു. യോ, ഇവന് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവനിത് ചെയ്യുന്നതെന്ന്. സായിപ്പ് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി ഇവനെ തേച്ച് കുളിപ്പിച്ചു. സായിപ്പ് അയ്യോ വെള്ളക്കാരെല്ലാം മൂക്കുത്തി പറഞ്ഞു ഇങ്ങേർക്ക് വേറെ ജോലിയൊന്നും. സായിപ്പ് ഒറ്റപ്പെട്ടു. സാരമില്ലെന്ന് പറഞ്ഞ് സായിപ്പ് ഇവനെ തേച്ച് കുളിപ്പിച്ച് അവൻ്റെ മുടി വെട്ടി കഴുകി അവനെ വൃത്തിയാക്കി അവനെ നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അവന് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല നിലയിൽ എല്ലാ രീതിയിലും അവന് മാറ്റമൊക്കെ വരുത്തി. പ്രിയമുള്ളവരെ, അവനെ പറഞ്ഞയച്ചു. ഈ കാട്ടിൽ നിന്നെപ്പോലെ ഈ പാമ്പ് തിന്ന് ജീവിക്കുന്നവൻ്റെ ഒക്കെ ഇടയിൽ നീ പോയി അവർക്കൊരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞയച്ചു. വർഷങ്ങൾ പിന്നിട്ടിട്ട് സായിപ്പ് ഈ ആദിവാസിയായ ഇയാളെ ഒന്ന് കാണാൻ ആഗ്രഹത്തിൽ വർഷങ്ങൾ കഴിഞ്ഞ് സായിപ്പ് കാട്ടിലെത്തിയപ്പോൾ കാണുന്ന രംഗം എന്തെന്നറിയാമോ? ഈ മനുഷ്യൻ വീണ്ടും പാമ്പിനെ തിന്നുക. സായിപ്പിന്റെ ഉള്ളം പടഞ്ഞേച്ചു ചോദിച്ചു,
എന്തെല്ലാം കഷ്ടം അനുഭവിച്ച നിന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ കൊണ്ടുവന്ന് നിന്നെ ഞാൻ മാന്യതയോടാക്കി വെച്ച് ഇങ്ങനെയൊക്കെ വിട്ടെന്നൊക്കെ ചോദിച്ചു. പിന്നെ പുള്ളി പറഞ്ഞ മറുപടി, സാറ് വിഷമിക്കുന്നതിനാ സാർ, അന്ന് എന്നെ കാണുമ്പോൾ ഞാൻ ഉടുതുണിയില്ലാതെ പാമ്പിനെ കടിച്ചു പറിച്ച് തിന്നുക. ഇപ്പൊ നോക്ക, സാറ് പഠിപ്പിച്ചനുസരിച്ച് കോട്ടും സൂട്ടും ഇട്ട് കത്തിയും ഫോർക്കും ഉപയോഗിച്ചാ കുത്തിയാ തിന്നുന്നേ. മാറ്റം വന്നില്ലേ? പിന്നെ പാപത്തെ പരിഷ്കരിച്ച് ചെയ്യുക. കേരളത്തിൽ ജീവിച്ചപ്പം മര്യാദയ്ക്ക് ഉപദേശവും വിശുദ്ധിയും വേർപാടും ഒക്കെ ആയിട്ട് ജീവിച്ച പലർക്കും അമേരിക്ക കണ്ടപ്പോഴാ അപ്പച്ചന്മാർ പഠിപ്പിച്ചത് തെറ്റായി പോയെന്ന് തോന്നിയത് ഇവിടെ വന്നപ്പം. കാര്യം ഇതൊക്കെ ചെയ്ത് നടക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലേ നോക്കൂ. ഇവിടെ എന്തെല്ലാം അഭിനയമാ. ചിലത് നാട്ടിൽ വന്നിറങ്ങുമ്പോൾ പൂർണ്ണ പ്രാവ, അമേരിക്ക വന്ന് കഴിയുമ്പോഴത്തേക്ക് കാക്ക. നീ ആരെയാ പൊട്ടനാക്കുന്നത്? പുസ്തകത്തിന്റെ സിബ് അടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, അതുകൊണ്ട് നിർത്താൻ പോവാ. ആമേൻ, ഹല്ലേലൂയ. നിർത്തുക കേട്ടോ. അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് വന്നാൽ എന്തൊക്കെ നടക്കുമെന്ന് പുസ്തകത്തിലുണ്ടെന്ന് അതങ്ങ് നടന്നാ മതി. പുസ്തകത്തിലുള്ളതങ്ങ് നടന്നാ മതി, വേറെ തർക്കമൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ ഇന്ന നടക്കും. അവൾ പ്രസംഗിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി വിവരിക്കാൻ സമയമില്ല, സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഒറ്റ പ്രസംഗത്തിൽ ആത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേര് സ്നാനമേൽക്കാൻ രംഗത്ത് വന്നു. അടുത്ത വാക്കാണ് ശ്രദ്ധേയം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ യേശു പറഞ്ഞെന്താ? സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പം തക്കോണം ഉപദേശിച്ചും കൊണ്ട്. അപ്പോസ്തലന്മാർ അത് തന്നെ ചെയ്തു. സ്നാനം കഴിപ്പിച്ചവർ എന്ത് കേട്ടു? ഉപദേശം കേട്ടു. അപ്പൊ സ്നാനപ്പെട്ടവൻ ഉപദേശത്തിന്റെ കീഴിലാ. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. ഉപദേശം കേൾക്കണേ കൂട്ടായ്മയ്ക്ക് വരണം. അടുത്തത് അപ്പം നുറുക്കി. പിന്നെയാ എന്ത് നുറുക്കിയത്? അപ്പം നുറുക്കിയത്. അല്ലാതെ ഈ പിശാചിന്റെ മോൻ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പോലെ സ്നാനവും വേണ്ട, വിശുദ്ധിയും വേണ്ട, തീരുമാനം ഒന്നും വേണ്ട. വഴിയെ പോകുന്നവനും അപ്പനും മക്കൾക്കും എല്ലാം കൂടെ വലിച്ചു വാരി തിന്നാനുള്ളതല്ല തിരുമേശ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ആത്മനിറവ് പ്രാപിച്ച് ഉപദേശം കേട്ട് കൂട്ടായ്മയ്ക്കകത്ത് വന്നിട്ട് നുറുക്കുന്ന തിരുമേശ എന്ന് പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ സമയം പോരാ. ആമേൻ. അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ സ്വർഗം വിളിച്ച പേരാണ് സഭ. 47-ാം വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിവസം പ്രതി ഈ പറയപ്പെട്ട സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. അതാ സഭ. ആ സഭയ്ക്ക് എന്ത് പേരിടോ നിങ്ങൾ തീരുമാനിച്ചോ, അല്ലെന്ന് എനിക്ക് പരാതിയൊന്നുമില്ല. IPC AG ചർച്ച പോകണോ, ശാലോ എന്ത് വേണോലും ഏത് ബോർഡ് വേണോലും വെച്ചോ, എനിക്ക് പരാതിയൊന്നുമില്ല. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്, ഈ ബോർഡിനെ സ്നേഹിക്കാതെ കർത്താവിനെ വചനത്തെ സ്നേഹിക്കും. മേപ്പോട്ട് ചെല്ലുമ്പോൾ സ്വന്തം ചർച്ചിന്റെ ബോർഡ് നോക്കി നടക്കാൻ തുടങ്ങിയ കിലോമീറ്ററോളം നടക്കേണ്ടി വരും, അവിടെ അങ്ങും ബോർഡില്ല. ആമേൻ, മനസ്സിലായോ? അതുകൊണ്ട് വചനത്തെയും കർത്താവിനെ സ്നേഹിക്കും. ചിലർക്ക് ഈ ബോർഡെന്ന് പറഞ്ഞാൽ അങ്ങ് ഭ്രാന്ത. ഭ്രാന്ത് കയറിയ യൂദായെ പോലും തോപ്പിച്ച് കളയുമാർ ഒറ്റ കൊടുക്കും. എന്തെല്ലാം ചെയ്യുമെന്നറിയോ ബോർഡിന് വേണ്ടി. അടങ്ങി വരാം. ആമേ, സ്നാനം ശ്രദ്ധിച്ചു കേൾക്കണം. കാതലായ ഒരു വിഷയം എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ നിർത്തുക. എനിക്ക് പറയാതെ പോയാൽ എനിക്ക് തുറക്കം വരത്തില്ല, അതുകൊണ്ടാണ്. ശ്രദ്ധിക്കണം. അവർ പ്രസംഗിച്ച വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും കർത്താവ് ഉറപ്പിച്ചു. അത് പറയാതിരുന്ന എനിക്ക് പിന്നെ പേര് ദോഷം, അതുകൊണ്ടാണ് അത് പറയണം. എന്തെന്നറിയാമോ? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തിയാലും ദൈവം ആ വചനത്തെ ഉറപ്പിച്ചു. ചിന്ത ആരുടെ മുമ്പിൽ? യേശുവിനെ വാഗ്ദത്ത മശിഹയായി അംഗീകരിക്കാത്ത യഹൂദന്റെയും മുഴക്കം കേട്ട് വന്നുകൂടിയ ജാതികളുടെയും നടുവിൽ അവർ പ്രസംഗിച്ച വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിച്ചു. ആ പ്രവൃത്തി ഇന്നും ദൈവം ചെയ്യുന്നുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്. നോർത്ത് ഇന്ത്യയുടെയൊക്കെ മണ്ണിച്ചു നോക്കാം, മരിച്ചവനെ ഉയർപ്പിക്കുന്ന പ്രവൃത്തി പോലും തമ്പുരാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. സൗഖ്യം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക, വിടുതൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. ആരുടെ മുമ്പിൽ? കർത്താവിനെ അറിയാത്ത ഒരുവൻ കർത്താവിനെ അറിയുവാൻ സൗഖ്യം മുഖാന്തരമാകും, അത്ഭുതം മുഖാന്തരമാകും, അടയാളം മുഖാന്തരമാകും. അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നിമിത്തം അവിടെ പലരും കർത്താവിൽ വിശ്വസിച്ചു. അവരുടെ പേര് സഭ. ഇനിയാണ് പോയിന്റ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ് സഭ. ആ സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് എന്ത്? ലേഖനങ്ങൾ ആണോ?
ഗലാത്യ സഭയിലെ വിശുദ്ധമാർക്ക്, എഫേസ്യ സഭയിലെ വിശുദ്ധമാർക്ക്, കൊലോസ്യ സഭയിലെ വിശുദ്ധമാർക്ക്, കൊരിന്ത്യൻ സഭയിലെ വിശുദ്ധമാർക്ക് എഴുതപ്പെട്ട ലേഖനങ്ങൾ. ചിന്ത. അപ്പോസ്തല പ്രവൃത്തിയിൽ അത്ഭുതം നടത്തിയ 3 പേരെ എടുക്കുക. പൗലോസ്, പത്രോസ്, യോഹന്നാൻ. പൗലോസ് മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച ആളാ. പത്രോസ് യോഹന്നാനോട് കൂടെ നോക്കിയ മുടന്ന് നടന്ന ഇത്രയും വലിയ കൃപാവരമുള്ള 3 പേരും സഭയ്ക്ക് എന്തെഴുതി? ലേഖനം എഴുതി. ഈ അത്ഭുത പ്രവൃത്തിയും വീര്യപ്രവൃത്തിയും ചെയ്ത പൗലോസ് 14 ലേഖനങ്ങൾ, പത്രോസും യോഹന്നാനും ലേഖനം എഴുതി. ചിന്ത. ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയ കാര്യം എഴുതിയിട്ടുണ്ടോ? എന്തേ? അപ്പോസ്തല പ്രവൃത്തി മരിച്ച യൂത്തിക്കോസിനെ ഉയർപ്പിച്ച പൗലോസിന് ലേഖനത്തിൽ വന്നപ്പോൾ കൃപയല്ല അങ്ങ് ചോർന്നു പോയാ. സഭയ്ക്കകത്തൊരു പനി മാറിയത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. മറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പറയാ, എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്നിട്ട് പൗലോസ് എന്തോ പറഞ്ഞേ? ഞാൻ അങ്ങോട്ട് ചെന്ന് ദൈവമക്കളെ, ആ യൂത്തിക്കോസിനെ ഉയർപ്പിച്ച ആ രംഗം ഉണ്ടല്ലോ, ആ രംഗം മനസ്സിൽ ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ എപ്പഫ്രോദിത്തോസേ നീ എഴുന്നേക്കാൻ അവൻ ചാടി എഴുന്നേറ്റങ്ങ് നടന്നു. ആ കരം അടിച്ചോ സൂചിച്ച് പറഞ്ഞോന്ന് പറഞ്ഞില്ല. തോബിയാസിന് രോഗിയായി വിട്ടേച്ചു വന്നു. എന്തേ? സഭയിൽ രോഗിയായി കിടക്കുന്നവൻ മൂപ്പനെ വരുത്തട്ടെ. ഇപ്പൊ സഭയിൽ രോഗിയുണ്ട്, ഉണ്ടെന്നില്ലല്ലോ ആരും. കൃപാവരം സൗഖ്യവും വിടുതലും കൃപാവര ശുശ്രൂഷയും ഉള്ളവൻ ജാതികളുടെ ഇടയിലോട്ടിറങ്ങ്. അല്ല, രക്ഷിക്കപ്പെട്ട പെന്തക്കോസുകാരെ 1000 2000 കാശും മേടിച്ച് കോഴികളെ കോഴിക്കൂട്ടിനകത്ത് കയറ്റി വാതിലടച്ചിട്ട് അകത്തിട്ട് തുള്ളിക്കുന്ന പോലെ നീ ഇതിനകത്ത് കിടന്ന് നടുവേദന ഉളുക്കും പിരിപ്പും തരിപ്പും നടത്താതെ നീ ജാതികളുടെ ഇടയിലോട്ടിറങ്ങ്. അനേകര് കർത്താവിനെ അറിയട്ടെ. രക്ഷിക്കപ്പെട്ടവൻ ഉപദേശത്തിനകത്ത് നിൽക്കട്ടെ. ഒരൊറ്റ സൗഖ്യത്തെ അവിടെ പ്രൊജക്ട് ചെയ്തില്ലെന്ന് തന്നെയല്ല, മര്യാദയ്ക്ക് ജീവിച്ച് നിത്യത പ്രാപിച്ചോണെന്നുള്ള ഉപദേശമാ സഭയ്ക്കകത്ത് മുഴുവൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വരണം. ആ ലേഖനങ്ങളിൽ ഒരു ലേഖനമായ കൊരിന്ത്യ ലേഖനത്തിൽ എഴുതപ്പെട്ടു, നാം വായിച്ചു. എനിക്ക് അവിടെ എത്താൻ സമയമില്ലാത്തതുകൊണ്ടാ ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിർമ്മല കന്യക, മാലിന്യപ്പെടാത്ത ഒരു കന്യകയെ കർത്താവിന് വേണം. അതുകൊണ്ട് ഈ അബദ്ധ ചിന്തകളും അബദ്ധധാരണകളും മാറ്റിവെച്ചിട്ട് ഇന്ന് രാത്രി പഥ്യവചനത്തിൽ പഥ്യോപദേശത്തിൽ നിലനിന്ന് നിത്യത പ്രാപിപ്പാൻ ഒരുങ്ങണം. അമേരിക്കയിലെ സകല സംഭവങ്ങളും പകൽ പോലെ വിരൽ ചൂണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതാ പ്രാണനാഥൻ മണിക്കൂറുകളെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല, മണിക്കൂറുകളെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്ന നിലയിൽ സകല തെളിവുകളും ഇതാ വാതിക്കലെത്തി നിൽക്കുന്നു. ഒറ്റ വാക്ക് പറയാം, എതിർ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഈ ലോകം ഒരുങ്ങി. എല്ലാം റെഡി, എവരിത്തിങ്. ചോദ്യം, പ്രാണനാഥനെ സ്വീകരിപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ?